ഓക്കേടാ, ജസ്റ്റ് നോക്കട്ടെ. ആദ്യം ഇത് ചെയ്യുന്നതിൻ്റെ മുമ്പ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇത് സ്റ്റോക്കിന്റെ വാല്യൂ അല്ലേ നോക്കണത്. എടാ ശ്രദ്ധിക്കട്ടെ, എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ എന്തായാലും നോക്കുന്നത് സ്റ്റോക്കിന്റെ വാല്യൂ അല്ലേ നോക്കണത്. എന്തിന്റെ വാല്യൂ നോക്കണത്? റേറ്റ് ഉണ്ടല്ലോ, നമുക്ക് കിട്ടുന്ന ആ ഒരു അവകാശം ഉണ്ടല്ലോ, അതിന്റെ വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തിന്റെ വാല്യൂ ആണ് കാണുന്നത്? സ്റ്റോക്കിന്റെ വാല്യൂ ആണോ? സ്റ്റോക്കിന്റെ വാല്യൂ അല്ല, റേറ്റിന്റെ വാല്യൂ ആണ് കണ്ടത്. അപ്പൊ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കാൽക്കുലേഷൻ ചെയ്യണതിന്റെ മുമ്പേ 50 രൂപ മാർക്കറ്റ് പ്രൈസ് വിചാരിച്ചോ. 50 രൂപ മാർക്കറ്റ് പ്രൈസ് നമുക്ക് സബ്സ്ക്രിപ്ഷൻ ചെയ്യാം. 10 ദിവസത്തിനുള്ളിൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ പറ്റിയ എത്രയാണെന്ന് വെച്ചാൽ 30 വിചാരിച്ചോ. അപ്പോൾ നമുക്ക് ആ ഒരു ഓപ്ഷൻ കാരണമുള്ള ലാഭം എത്രയാണ്? ആ റേറ്റ് കാരണമുള്ള ലാഭം എത്രയാണ്? 20 ലാഭം കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ റേറ്റ് നമ്മളിൽ ഫണ്ടില്ല. അപ്പോൾ നമ്മൾ ആർക്ക് വിൽക്കുകയാണ്? വേറൊരു ആൾക്ക് എന്ത് ചെയ്യാണ്? വിൽക്കുകയാണ്. അപ്പോൾ ആൾക്ക് ഇതുകൊണ്ട് മാക്സിമം ബെനിഫിറ്റ് എത്ര കിട്ടുക? 20 രൂപയല്ലേ മാക്സിമം ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആൾ നമ്മൾ വെറുതെ കൊടുക്കുമോ? 20 രൂപ ലാഭമുള്ള സാധനം നമ്മൾ വെറുതെ കൊടുക്കുമോ? ഇല്ല, നമ്മൾ 20-നേക്കാൾ കുറഞ്ഞ ഒരു എമൗണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ 15 രൂപയ്ക്ക് ഒരാൾക്ക് വിറ്റു. അപ്പോൾ ആൾക്ക് അതുകൊണ്ട് എന്താ ബെനിഫിറ്റ്? എനിക്കെന്താ ബെനിഫിറ്റ് കിട്ടി? വെറുതെ ഒരു 15 രൂപ കിട്ടിയില്ലേ? ഓക്കെ, ആൾക്ക് അതുകൊണ്ട് എന്താ ബെനിഫിറ്റ്? ആൾ 15 രൂപക്ക് വാങ്ങിയ സാധനത്തുമ്മേ ആൾക്ക് ഇനി എന്ത് ചെയ്യുക? ഒരു 30 രൂപയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയേ ആവുള്ളൂ? ടോട്ടലി കോസ്റ്റ് എത്രയേ ആവുള്ളൂ? 45 ലൈറ്റ് ഇന്ത്യയിൽ നിന്ന് എനിക്ക് എത്ര തന്നു? ഒരു 15 തന്നു. പിന്നെ ആൾക്ക് മാർക്കറ്റിൽ പോയി വാങ്ങുമ്പോൾ എക്സസൈസ് ഉണ്ടാവുകൊണ്ട് തന്നെ എത്രയും വാങ്ങാം. ഒരു സാധനം വാങ്ങിക്കല്ലേ 30 വാങ്ങാനുള്ള അവകാശം കിട്ടി. അപ്പോൾ ആൾക്ക് ടോട്ടൽ കോസ്റ്റ് എത്ര ആയിട്ടുണ്ടാവുക? 45. മാർക്കറ്റിൽ എത്ര വില ഉണ്ട് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ 50 ഉണ്ട് എന്നല്ല പറഞ്ഞത്. അപ്പോൾ ആൾക്ക് എത്ര രൂപ ലാഭം? 5 രൂപ. എനിക്ക് 15 രൂപ ലാഭം, ആൾക്ക് എത്ര രൂപ ലാഭം? 5 രൂപ ലാഭം. അപ്പോൾ നമ്മൾ നോക്കണത് ഇവിടെ പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക് അല്ല നോക്കുന്നത്, പ്രൈസ് ഓഫ് ദ റേറ്റ് ആണ് നോക്കുന്നത്. ഈ അവകാശത്തിന് നമ്മൾ എത്ര രൂപ കൊടുക്കണം, ആർക്ക് കൊടുക്കണം എന്നുള്ളതാണ് നോക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ 15 തരും എന്ന് പറഞ്ഞില്ലേ, ആ 15 പറഞ്ഞ സാധനത്തിന് ആ അവകാശത്തിൻ്റെ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. അപ്പോൾ 20 രൂപ ലാഭമുണ്ട് ടോട്ടല്. അതിന്ന് എനിക്ക് എത്രയാണ് തരേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഇത് എത്ര രൂപക്കാണ് ഈ ഒരു റേറ്റ് വിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് കാൽക്കുലേഷൻ ചെയ്യുന്നത്. അതാദ്യം മനസ്സിലാക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? കാൽക്കുലേഷൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നോക്കി നോക്കുക നിങ്ങൾ. പി ഒ എന്ന് പറഞ്ഞാൽ എന്താണ്? താഴെ തന്നിട്ടില്ലേ മാർക്കറ്റ് പ്രൈസ്. ഇത് എത്ര മാർക്കറ്റിൽ പ്രൈസ് ഉള്ളത്? ഇതിന് 50 പ്രൈസ് ഉള്ളത് അല്ലേ, 50. പി എൻ പറഞ്ഞാൽ എന്താണ്? ദാറ്റ് വായിച്ചു നോക്കി. പി എൻ പറഞ്ഞാൽ എന്താണ്? സബ്സ്ക്രിപ്ഷൻ പ്രൈസ്. സബ്സ്ക്രിപ്ഷൻ പ്രൈസ് എത്ര തന്നിട്ടുള്ളത് ഇവിടെ? 40. ഓക്കെ, 40. ഇനി താഴെ എന്താ ഉള്ളത്? R+1 എന്നുള്ളത്. എത്രയുള്ളത്? R+1. അപ്പോൾ 6 പറഞ്ഞാൽ എന്താടാ? നമ്പർ ഓഫ് റേറ്റ്. നമ്പർ ഓഫ് റേറ്റ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ അതിനൊരു എന്ത് ചെയ്തിട്ടുണ്ട്? 2 ഇക്വേഷൻസ് അവിടെ ഉണ്ടാക്കിയിട്ടില്ലേ. നമ്പർ ഓഫ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത് വെച്ചാൽ എത്ര റേറ്റ് കൊടുത്തു കഴിഞ്ഞാലാണ് ഒരു ഷെയർ എന്ത് ചെയ്യാ പർച്ചേസ് ചെയ്യാൻ. ശ്രദ്ധിച്ചോളൂ കേട്ടോ, എത്ര റേറ്റ് കൊടുത്തു കഴിഞ്ഞാലാണോ ഒരു ഷെയർ എന്ത് ചെയ്യാ പർച്ചേസ് ചെയ്യാൻ പറ്റുക. അതാണ് എന്തുകൊണ്ട് മീൻ ചെയ്യുന്നത്? നമ്പർ ഓഫ് റേറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് പറയാം എങ്ങനെ ഇക്വേഷടാ? നമ്പർ ഓഫ് റേറ്റ് എക്സിസ്റ്റിംഗ് ഷെയർസ്. എക്സിസ്റ്റിംഗ് എത്ര ഷെയർസാണ് ഉള്ളത്? ക്വസ്റ്റ്യൻ നോക്കി നോക്കി. എക്സിസ്റ്റിംഗ് കമ്പനിയിൽ എത്ര ഉണ്ട് എന്ന് പറയുന്നത്? 5 മില്യൺ ഷെയർസ് നിലവിലുണ്ടല്ലേ. അപ്പോൾ 5 മില്യൺ ഷെയർസ് ഉണ്ട്. ശ്രദ്ധിച്ചോളൂ കേട്ടോ, കുറച്ച് കോൺസെപ്റ്റിലേക്ക് കത്തുന്ന സാധനം തന്നെയാണ്. കാൽക്കുലേഷൻ തിയററ്റിക്കലേ ആണെന്നുള്ളൂ, പക്ഷേ ഇക്വേഷൻ എന്ത് ചെയ്യും? നല്ല കോൺസെപ്റ്റിൽ എന്ത് ചെയ്യും? കത്തി കിട്ടി തന്നെ കിട്ടോ. 5 മില്യൺ ഷെയർസ് നമ്മളെ കയ്യിലുള്ളത് ടോട്ടല്. ഇനി ഡിവൈഡ് ചെയ്യേണ്ട എന്താണ്? ന്യൂ ഷെയർസ് പർച്ചേസബിൾ അല്ലേ. ഇനി എത്ര ഷെയർ പർച്ചേസ് ചെയ്യാൻ പറ്റും? എന്തുപയോഗിച്ചിട്ട്? ഈ റേറ്റ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ താഴത്തെ അതെങ്ങനെ കാണാമെന്നുണ്ട്? എങ്ങനെ കാണുക? ടോട്ടൽ ന്യൂ ഇഷ്യൂബിൾ എമൗണ്ട്. എത്ര രൂപക്കാണ് വലിയ പുതിയത് ഇഷ്യൂ ചെയ്യാൻ വിചാരിക്കുന്നത്? $100 മില്യൺ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇഷ്യൂ ചെയ്യാൻ വിചാരിക്കുന്നത്. ഡിവൈഡ് ബൈ എന്ത് ചെയ്യേണ്ടത്? സബ്സ്ക്രിപ്ഷൻ പ്രൈസ്. നമുക്ക് ഈ സബ്സ്ക്രിപ്ഷൻ പ്രൈസ് കൊടുത്തിട്ട് എത്ര 100 മില്യൺ അല്ല ടോട്ടൽ, എത്ര എണ്ണ ടോട്ടൽ എന്ത് ചെയ്യാൻ പറ്റുക? പർച്ചേസ് ചെയ്യാൻ പറ്റുക. അത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരിക? 2.5 മില്യൺ. ഒന്ന് ചെയ്ത് നോക്കി നോക്കി എത്ര വരുന്നത് എന്നുള്ളത്. 100 ഡിവൈഡ് ബൈ 40 അടിച്ച് നോക്കി. 100 മില്യൺ ഒന്ന് അടിക്കണം കേട്ടോ. 100 ഡിവൈഡ് ബൈ 40 അടിച്ചാൽ 2.5 അല്ലേ. 2.5 അപ്പുറത്ത് എന്തുട്ടായി? 1 മില്യൺ ഇട്ടായി. കാരണം 100 ഡിവൈഡ് ബൈ 40 അല്ലേ ചെയ്ത്. അപ്പോൾ 2.5 മില്യൺ ഷെയർസാണ് നിങ്ങൾക്ക് പുതിയത് പർച്ചേസ് ചെയ്യാൻ ഉണ്ടാവുക. എത്ര ഉണ്ടാവുക? 2.5 മില്യൺ ഷെയർസ്. ഇനിയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, എത്ര ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് ടോട്ടല്? 5 മില്യൺ ഷെയർ ഹോൾഡേഴ്സ് ഇല്ലേ. ഈ 5 മില്യൺ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കിട്ടിയിട്ടുണ്ടാവും? റേറ്റ് കിട്ടിയിട്ടുണ്ടാവില്ലേ. ഓരോ ഷെയറിനും ഓരോ റേറ്റാണ് ഉള്ളത്. ഓരോ ഷെയറിനും എന്താണ്? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഓരോ ഷെയറിനും എത്രയുള്ളത്? ഓരോ റേറ്റ്. പക്ഷേ ഇനി നമുക്ക് ടോട്ടൽ എത്ര ഷെയറെ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ? 2.5 മില്യൺ ഷെയർസുള്ളതല്ലേ പർച്ചേസ് ചെയ്യാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ ഒരു ഷെയർ ഹോൾഡറിൻ്റെ എത്ര റേറ്റ് വേണമെന്നുള്ളതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, 5 മില്യൺ ഷെയർ ഹോൾഡേഴ്സ് ഓൾറെഡി ഉണ്ടല്ലേ. 5 മില്യൺ ഷെയർസ് ഉണ്ട്. ഇപ്പോൾ എത്ര ഷെയർസാണ് പുതിയതായിട്ട് ലിസ്റ്റ് ചെയ്ത് വരുന്നുള്ളൂ? 2.5 മില്യൺ ഷെയർസ് ഉള്ളതല്ലേ ലിസ്റ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് 2 ഉണ്ടെങ്കിൽ 2 ഷെയർസ് ഉണ്ടെങ്കിൽ എന്ത് കിട്ടുള്ളൂ? അല്ലെങ്കിൽ 2 റേറ്റ് ഉണ്ടെങ്കിൽ ഒരു എന്ത് കിട്ടുള്ളൂ? ഷെയർ കിട്ടുള്ളൂ. കാരണം അതിൻ്റെ നേർ പകുതിയല്ലേ വരുന്നത്.
അപ്പോൾ എത്രയാണ് നമ്മളുടെ നമ്പർ ഓഫ് റേറ്റ് വേണ്ടത്? 2 റേറ്റ് വേണമല്ലേ? 2 റേറ്റ്, അതായത് ഇറ്റ് മീൻസ് 2 ഷെയർ ഉള്ള ആൾക്ക് എന്ത് കിട്ടുള്ളൂ? ഒരു റേറ്റ് ഈക്വൽ ടു എന്താണ്? ശ്രദ്ധിക്കണം കേട്ടോ. ഒരു റേറ്റ് ഈക്വൽ ടു എന്താണ്? ഒരു റേറ്റ് ഈക്വൽ ടു ഒരു ഷെയർ അല്ലേ പറഞ്ഞത്? ഓക്കെ. അപ്പോൾ ഒരു ഷെയർ ഉള്ള ആൾക്ക് ഒരു റേറ്റ് കിട്ടുകയാണെങ്കിൽ, അതായത് ഇന്ത്യയിൽ ഒരു റേറ്റ് ഉണ്ട്, എനിക്ക് എത്ര വാങ്ങാൻ പറ്റും? ഒരു ഷെയർ വാങ്ങാൻ പറ്റുകയാണെങ്കിൽ അവിടെ എത്ര ഷെയർസ് പുതിയത് വേണം? 5 മില്യൺ വേണ്ടേ? ആലോചിച്ച് നോക്കി. 5 മില്യൺ ആൾക്കാർ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ഒരു റേറ്റിന് എനിക്ക് ഒരു ഷെയർ കിട്ടുകയാണെന്ന് വിചാരിച്ചോ. ഒരു റേറ്റിന് എത്ര കിട്ടുകയാണ്? ഒരു ഷെയർ കിട്ടുകയാണെങ്കിൽ അവിടെ പുതിയതായിട്ട് എത്ര ഷെയർ വരണം? 5 മില്യൺ ഷെയർ വരണേ. പക്ഷെ ഇവിടെ നിലവിൽ ഇപ്പോൾ എത്ര ഷെയർ വന്നിട്ടുള്ളൂ പുതിയത്? ശ്രദ്ധിക്കട്ടോ, 2.5 മില്യൺ ഷെയർസ് ഉള്ളല്ലോ വന്നിട്ട്. അപ്പോൾ എനിക്ക് ഒന്ന് കിട്ടാൻ ഒന്ന് കിട്ടാൻ പറ്റില്ല. അപ്പോൾ എത്ര എണ്ണം കൊടുക്കണം? ഞാൻ എത്ര എണ്ണം കൊടുക്കേണ്ടി വരും? 2 റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇന്ത്യയിൽ 2 ഷെയർ ഉണ്ടെങ്കിൽ എന്ത് കിട്ടുള്ളൂ? അപ്പം നിങ്ങൾ ആലോചിക്കും. ഇപ്പോൾ കേസിൽ പറയുകയാണെങ്കിൽ എത്ര ഉള്ളൂ? 2 റേറ്റ് വേണമല്ലേ? എത്ര വേണം? 2 റേറ്റ് വേണം. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കി ജസ്റ്റ്. ഇവിടെ എത്ര വരിക? താഴെ എത്ര വരിക? 6 എത്രയാണ്? 6 2 ആണ്. +1. ഈ +1 എന്തിനാണ് ഇടുന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതും കൂടി ശ്രദ്ധിക്കണം. ഇവിടെ +2 +1 ഇല്ല വിചാരിച്ചോ. വെറും എന്തേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എത്ര ആൻസർ വരിക? ആദ്യത്തെ ആൻസർ പറഞ്ഞാൽ 5 അല്ലേ വരിക? 5 ഒരു റേറ്റിൻ്റെ വാല്യൂ അല്ലേ? ഇങ്ങനെ എത്ര എണ്ണം കൊടുക്കണം ഒരു ഷെയർ ഇടണമെങ്കിൽ? 2 എണ്ണം കൊടുക്കണം. അപ്പോൾ എത്ര രൂപ കൊടുക്കണം ഇയാൾ? 10. അപ്പോൾ നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 അല്ലേ വരുന്നത്? 10 രൂപക്ക് ആരെങ്കിലും വാങ്ങണത്? 10 രൂപക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ആൾക്കുള്ള ലാഭം ഇപ്പം എത്ര കഴിയുമേ? 50 ഉള്ള സാധനം 40 വാങ്ങാൻ പറ്റുന്നുള്ളതല്ലേ? അപ്പോൾ എന്തിനാണ് 1 ഇടുന്നതെന്നുള്ള ഡൗട്ട് ചെയ്ത് കേട്ടോ. 1 ഇട്ടിട്ടില്ലെങ്കിൽ എന്താണ് ആൻസർ വരിക? 10 എന്ന് വരിക. ആൾ നിങ്ങൾ എത്രയിനാണ് ആൾക്ക് കൊടുക്കേണ്ടത്? 10 രൂപക്കാണ് വിൽക്കേണ്ടത്. 10 രൂപക്ക് ആൾക്ക് വിറ്റിട്ട് ആൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? 40 റുപ്യയുടെ സാധനത്തിന് 10 റുപ്യയും കൂടി ആയില്ലേ? അപ്പോൾ പിന്നെ ആൾക്ക് എത്രയിനാണ് വാങ്ങാൻ പറ്റുക? 50 റുപ്യ. മാർക്കറ്റിൽ ഇപ്പോൾ എത്ര വില? 50. അപ്പോൾ തിയററ്റിക്കലി നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു 1 ആയിട്ട് ആഡ് ചെയ്യാണ്. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരിക? 10 / 3 അല്ലേ? എത്ര വരിക? 3.3. ഇങ്ങനെയാണെങ്കിൽ ഇയാൾ 2 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരുള്ളൂ? 6.6 ഉള്ളല്ലോ വരിക. ഇപ്പോൾ ആൾക്ക് ലാഭമുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ 6.6 ആൾക്ക് വിറ്റു. ആൾ മാർക്കറ്റ് കൊണ്ടുപോയിട്ട് അപ്പോൾ 40ഉം 6.6 അല്ലേ? എത്ര ആയിട്ടുള്ളൂ? 46.6 ഉള്ളതായിട്ട്. ആൾക്ക് മാർക്കറ്റ് എത്ര റുപ്യ ഉണ്ടായിരുന്നു? 50 ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് എത്ര റുപ്യ ലാഭം? 3.3 ആൾക്കും ലാഭം. അപ്പോൾ എന്തിനാണ് R+1 ഇടുന്നത്? ക്ലിയർ ആയാലോ? 1 ഇട്ടിട്ടില്ലെങ്കിൽ എത്രയിനാണ് നമ്മൾ വിൽക്കുക? 10 വിറ്റ് കഴിഞ്ഞാൽ വാങ്ങുന്ന ആൾക്ക് എന്തില്ല? ലാഭം ഇല്ല. ഓക്കെ. അപ്പോൾ എത്ര ആൻസർ വരിക? 3.33 പെർ എന്താണ് വരിക? പെർ റേറ്റ്. ഒരു റേറ്റിന്. അപ്പോൾ ഒരു ഷെയർ ഇട്ടണമെങ്കിലോ? പെർ ഷെയർ. ഓക്കെ. അതൊന്ന് എഴുതിയെടുത്താണ് കേട്ടോ. ഈ ലിമിറ്റേഷൻസും ബെനിഫിറ്റ്സും എന്താണെന്നുള്ളത് നമ്മൾ ടോപ്പിക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഇങ്ങനെ എന്ത് ചെയ്തു കണക്ട് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ്സ്? ഫസ്റ്റ് ബെനിഫിറ്റ് എന്താ അറിയണത് എന്ന് വെച്ചേക്ക് ഒന്ന് നോക്കി നോക്കട്ടെ. എന്താ ഫസ്റ്റ് ബെനിഫിറ്റ്? എന്താ ഫസ്റ്റ് ബെനിഫിറ്റ്? കോമൺ സ്റ്റോക്ക് ഡസ് നോട്ട് ഹാവ് ഫിക്സ്ഡ് പേയ്മെന്റ് അല്ലേ? ഫിക്സ്ഡ് പേയ്മെന്റ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട? അടക്കേണ്ട ആവശ്യമില്ല. ഏതിൻ്റെ പോലെ? ഇൻട്രസ്റ്റിൻ്റെ പോലെ നിങ്ങൾ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് അടക്കേണ്ട ആവശ്യമില്ല. ഡിവിഡൻഡ് അല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? നിങ്ങളെ കയ്യിൽ എന്താ ഉള്ളത് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്താൽ ഡിവിഡൻഡ് കൊടുത്താൽ മതിയില്ലേ? അത് കമ്പനിക്ക് ഒരു അഡ്വാൻറ്റേജ് അല്ലേ? ഇത് ആരെ പെർസ്പെക്റ്റീവിൽ എപ്പോഴും നമ്മൾ ആരെ പെർസ്പെക്റ്റീവ് നോക്കുക? ഇഷ്യൂയിങ് ആണല്ലേ? ഇഷ്യൂയിങ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇഷ്യൂർ അല്ലേ? ഇഷ്യൂറിൻ്റെ പെർസ്പെക്റ്റീവിൽ ഇയാൾക്ക് ഇത് എന്താണ്? റിസ്ക് കുറവാണല്ലേ? കാരണം കമ്പനിക്ക് എന്ത് അടക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള എമൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ പോലെ എന്ത് ചെയ്യേണ്ട? പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? ഇതിന് മെച്യൂരിറ്റി ഇല്ല. മെച്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് എന്ത് ചെയ്യൂല? ആൾക്കാരെന്ത് ചെയ്യൂല? പേയ്മെൻറ്റ് ചോദിക്കൂലേ? എന്നാൽ ബോണ്ടിൻ്റെ എങ്ങനെയാണ്? ബോണ്ടിന് 10 വർഷമായി കഴിഞ്ഞാൽ 10ാമത്തെ വർഷം ആര് വരും? നമ്മളുടെ ബോണ്ട് ഹോൾഡേഴ്സ് വരും. നമ്മൾ ആ ഹ്യൂജ് പേയ്മെൻറ്റ് എന്ത് ചെയ്യണം? കൊടുക്കണം. പിന്നെ അതുകൊണ്ട് ഇനി നമ്മൾക്ക് ഈ ഷെയർ ഹോൾഡിങ്ങിൻ്റെ പൈസ നമ്മൾ കൊടുക്കണം. തെറ്റിദ്ധാരണ വരും കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റോക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ സെക്കൻഡറി മാർക്കറ്റിൽ അങ്ങോട്ടും ഇങ്ങനെ തട്ടി കളിക്കുക എന്നല്ല. അത് ആരുടെ മേത്തേക്കും ഇല്ല, നമ്മളെ മേത്തേക്കും ഇല്ല. കമ്പനിയിൽ വന്നിട്ട് ആരും എന്ത് ചോദിക്കൂല? പൈസ ചോദിക്കൂല. എന്നാൽ ബോണ്ടിൻ്റെ കേസ് അങ്ങനെയാണോ? ബോണ്ടിൻ്റെ കേസ് എങ്ങനെയാണ്? നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് എന്ത് ചെയ്യും? ആൾക്കാർ വന്ന് പൈസ ചോദിക്കും. എന്നാൽ ഷെയറിൻ്റെ കേസ് എങ്ങനെയാണ്? നമ്മൾ ഇഷ്യൂ ചെയ്താൽ മതിയില്ലേ? പിന്നെ നമ്മൾ അതിനെപ്പറ്റി ബോധർ ചെയ്യണ്ട. പിന്നെ അത് എവിടെ കടന്ന് കളിച്ചോളും? സെക്കൻഡറി മാർക്കറ്റിൽ ആൾക്കാർ അങ്ങോട്ടും ഇൻവെസ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വിറ്റിട്ട് എന്ത് ചെയ്തോളൂ? അങ്ങനെ നടന്നോളൂ. റീപർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യും? ട്രഷറി സ്റ്റോക്ക് ഉണ്ടല്ലോ, ട്രഷറി സ്റ്റോക്കിന് വേണ്ടി മാത്രമേ നമ്മൾ എന്ത് ചിലവാക്കേണ്ടുള്ളൂ? ഫണ്ട് ചിലവാക്കേണ്ടുള്ളൂ. അപ്പോൾ ഒരിക്കലും ഭാവിയിൽ ഇത് എന്ത് ചെയ്യാൻ പോകുന്നില്ല. കമ്പനി പൂട്ടി പോകുന്ന ടൈമിലല്ലാതെ ഭാവിയിൽ ഇതിനൊരു മെച്യൂരിറ്റി ഡേറ്റിൽ ആരും വരാൻ പോകില്ല. ഷെയർ ഹോൾഡേഴ്സ് നമ്മളോട് ഈ ഷെയറിൻ്റെ ഫണ്ട് ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പോകുന്നില്ല, വരാൻ പോകുന്നില്ല. അത് ഗ്രേറ്റസ്റ്റ് ഫ്ലെക്സിബിലിറ്റി അല്ലേ? കാരണം നമുക്ക് ഫണ്ട് കിട്ടിക്കുന്നു എന്നാൽ ഇനി ഫണ്ട് തിരിച്ചു ചോദിച്ചാൽ ആരുമില്ലല്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇതിന് മെച്യൂരിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്യൂച്ചറിൽ എന്ത് ചെയ്യേണ്ട? ഇത് തിരിച്ചടക്കേണ്ട ആവശ്യം ഇല്ല. ഇനി നെക്സ്റ്റ് പോയിന്റ് അറിയണം എന്താ? ഗ്രേറ്റസ്റ്റ് ഫ്ലെക്സിബിലിറ്റി. എപ്പോൾ മാത്രം ഡിവിഡൻഡ് കൊടുത്തായി?
കമ്പനിയിൽ എനഫായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് കൊടുത്താൽ ഡിവിഡൻഡ് കൊടുത്താൽ മതി. ഇതൊക്കെ ഒരു കമ്പനിക്ക് അഡ്വാൻറ്റേജ് അല്ലേ. ഓക്കെ, മറ്റേ ഇൻട്രസ്റ്റ് ആകുമ്പോൾ എങ്ങനെയാടാ, നഷ്ടമാണെങ്കിൽ എന്ത് കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടാട്ടോ ചോദിക്കുക. അതായത് ഓവർ കോമൺ സ്റ്റോക്ക് പറയും, ബോണ്ട് ഓവർ കോമൺ സ്റ്റോക്ക്. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ബോണ്ട് ഓവർ കോമൺ സ്റ്റോക്ക്? അതായത് ബോണ്ടിനുള്ള അഡ്വാൻറ്റേജ് ഏതിനേക്കായും, കോമൺ സ്റ്റോക്കിനേക്കായും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കണക്ഷൻസ് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഏതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരും? ഇപ്പോൾ നമ്മൾ പറഞ്ഞ സാധനം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഡിവിഡൻഡ് കൊടുത്താൽ മതിയെന്നല്ലേ. ഇത് ഏതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് വന്നിരുന്നത്? ബോണ്ടിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ലോസ് ആണെങ്കിൽ എന്ത് കൊടുക്കണം എന്ന്, ഇൻട്രസ്റ്റ് കൊടുക്കണം എന്ന്. പിന്നെ വേറൊരു പോയിന്റ് ഉണ്ട്, ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്താണെന്ന് അറിയാം നമുക്ക്, ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റിയിലെ. അത് ലോവേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് കുറക്കാൻ പറ്റും എന്ന് പറയുന്നത്, ക്രെഡിറ്റ് റിസ്ക് ഓഫ് ദ കമ്പനിന്ന് കുറക്കാൻ പറ്റും എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് എന്താടാ, ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി ലോവർ ആകുമ്പോൾ ഇക്വിറ്റി എന്താവണം, വലിയ എമൗണ്ട് ആവണല്ലേ, ഡിനോമിനേറ്റർ വലിയ എമൗണ്ട് ആയി. അപ്പോൾ ഇക്വിറ്റി കൂടുതലും ഡെപ്റ്റ് എന്താണ്, കുറവ്. അപ്പോൾ ആ കമ്പനി എന്താണെന്ന് അർത്ഥം, ഡെപ്റ്റ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ആ കമ്പനി ഫൈനാൻഷ്യലി ലെവറേജ് കുറവാണെന്നല്ല പറയാം. ഫൈനാൻഷ്യൽ ലെവറേജ് പഠിച്ചിട്ട് നിങ്ങൾ കമ്പനി ഡെപ്റ്റ് യൂസ് ചെയ്യണ, ഡെപ്റ്റ് യൂസ് ചെയ്യാതിരിക്കണ നല്ലത്. ആസ് യൂഷ്വലി എന്താ, യൂസ് ചെയ്യാതിരിക്കണതാണ് എന്ത് ചെയ്യുക നല്ലത്. കാരണം ഡെപ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പാടാൻ എന്തുണ്ട്, കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ പാടൂലേ. ഓക്കെ, ഹൈലി റിസ്കി അല്ലേ നമ്മളൊരു ഡെപ്റ്റ് എടുക്കൽ. അതുകൊണ്ട് തന്നെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ അല്ലേ, ഇക്വിറ്റി കൂടുമ്പോൾ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്താ കുറവാകരം. അപ്പോൾ ആ കമ്പനിയിൽ എന്താണ്, ഇക്വിറ്റി കൂടുതലും ഡെപ്റ്റ് കുറവുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെയാണ് പോയിന്റ് വരുന്നത്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കുറക്കാന്ന് പറയുന്നത്, ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ ഡെപ്റ്റ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിയുടെ റേഷ്യോ വെച്ചിട്ട് എങ്ങനെ അനലൈസ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ, ഇറ്റ് മീൻസ് എന്താണ്, ഇപ്പോൾ ഇതിൻ്റെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നല്ല കൂടുതലാണ്. ഇറ്റ് മീൻസ് ഇക്വിറ്റി നല്ലോണമുള്ള കമ്പനിയാണ്, ഡെപ്റ്റ് വളരെ കുറവാണ്. അപ്പോൾ ആസ് എൻ ഇൻവെസ്റ്റർ ഞാൻ ഈ കമ്പനിയിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ കമ്പനി ഉണ്ടല്ലോ, ഈ കമ്പനിയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഞാൻ ഓരോ എന്ത് റേഷ്യോ നോക്കുക, ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കുക. അപ്പോൾ ഈ കമ്പനിയിൽ ഓൾറെഡി ഇക്വിറ്റിയാണ് കൂടുതൽ. അപ്പോൾ എനിക്കൊരു കടം എടുക്കണം, ഡെപ്റ്റ് എടുക്കണം, എനിക്ക് അവിടേക്ക് ഫണ്ട് എടുത്തിട്ട് ഓൽക്കൊരു കടം കൊടുക്കാൻ ഞാൻ നിൽക്കുകയാണ്, ഒരു ബോണ്ട് വാങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ബോണ്ട് വാങ്ങാൻ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഈ കമ്പനിയിൽ ഓൾറെഡി എന്തില്ല, അത്രത്തോളം ഡെപ്റ്റ് ഒന്നും ഇല്ല. അപ്പോൾ ഈ കമ്പനി എന്താണെന്ന് മനസ്സിലായി, സേഫർ ആണെന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്ററിന് റിസ്ക് കുറവല്ലേ, ഇൻവെസ്റ്ററിന് റിസ്ക് കുറവാകൊണ്ട് തന്നെ എന്ത് കൊടുത്താൽ മതി, ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇക്വിറ്റി നിങ്ങൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇക്വിറ്റി കൂടുതലുള്ള കമ്പനി, ഇപ്പോൾ കോമൺ സ്റ്റോക്കിനല്ലേ പറയുന്നത്, കോമൺ സ്റ്റോക്ക് കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന കമ്പനിക്ക് എന്തിൻ്റെ കോസ്റ്റ് കുറക്കാൻ പറ്റും, ഡെപ്റ്റിൻ്റെ കോസ്റ്റ് കുറക്കാൻ പറ്റും. ഇതിപ്പോൾ അങ്ങോട്ട് കണക്റ്റായില്ലേ. ഓക്കെ, എങ്ങോട്ട് കണക്റ്റായി, ബോണ്ടുമൊക്കെ കണക്റ്റായില്ലേ. കോമൺ സ്റ്റോക്കിൻ്റെ കാര്യം എവിടെ കണക്റ്റായി, ബോണ്ടുമൊക്കെ കണക്റ്റായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റി കൂടുതലുള്ള കമ്പനി ഫൈനാൻഷ്യലി എന്തല്ല, ലെവറേജഡ് അല്ല, ഭയങ്കര ഫ്രീ ആയിട്ട് ഈസി ആയിട്ടുള്ള കമ്പനിയാണല്ലേ, ഭയങ്കര റിസ്ക് ഫ്രീ ആണ്. അപ്പോൾ റിസ്ക് ഫ്രീ ഉള്ള കമ്പനി ഒരു ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇൻവെസ്റ്ററിനും ഇപ്പോൾ എന്താണ്, റിസ്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്തായി, കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ കൂടുതൽ കോമൺ സ്റ്റോക്ക് ഉള്ള കമ്പനികൾ ഡെപ്റ്റിന് എന്ത് കൊടുത്താൽ ചെറിയ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്താൽ മതി. കാരണം ഇൻവെസ്റ്ററിന് എന്ത് കുറവാണ്, അവിടെ റിസ്ക് ഫാക്ടർ കുറവ് ആണ്. ഓക്കെ, ഇനി എന്താ ലിമിറ്റേഷൻസ്, എന്താ കറക്റ്റായ ലിമിറ്റേഷൻസ്? ഇത് നമ്മൾ പ്രിഫറൻസ് സ്റ്റോക്കിൻ്റെ ഇതിലൊക്കെ പറഞ്ഞാട്ടോ. ഇതിൻ്റെ ഫസ്റ്റത്തത് ബെനിഫിറ്റ് എന്നോ അവിടെ ടാക്സ് ഡിഡക്റ്റബിൾ ആണെന്നുള്ളത്. ബോണ്ടിൻ്റെ എന്തായിരുന്നു, ടാക്സ് ഡിഡക്റ്റബിൾ ആണെന്നാണ് അല്ലേ. കാരണം ഇൻട്രസ്റ്റ് എന്താണ്, ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. പക്ഷേ ഡിവിഡൻഡ് എങ്ങനെ വരിക, നെറ്റ് ഇൻകം കഴിഞ്ഞിട്ടല്ലേ. അപ്പോൾ അതിന് എന്തു പിടിക്കില്ല, ടാക്സ് പിടിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഡൻഡ് കൊടുത്തതിന് ഇന്ന് നമുക്ക് ടാക്സിൻ്റെ ആ ഒരു ബെനിഫിറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ടാക്സ് ബെനിഫിറ്റ് എടുക്കാൻ പറ്റില്ല. ഡിവിഡൻറ്റിന് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഡിവിഡൻറ്റിൻ്റെ ലോവർ എമൗണ്ടിന് മേലെ നമുക്ക് എന്ത് കിട്ടാൻ പോകുന്നില്ല, ടാക്സിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ത് ചെയ്യാൻ പോകുന്നില്ല, കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഇൻട്രസ്റ്റ് ആണെങ്കിൽ കിട്ടൂലേ. കാരണം EBIT മൈനസ് ഇൻട്രസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ടുമ്പോൾ എന്ത് കൊടുക്കുള്ളൂ, നമ്മൾ ടാക്സ് കൊടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ബെനിഫിറ്റ് ഏതുമ്പോൾ കിട്ടും, ബോണ്ടുമ്പോൾ കിട്ടും. പക്ഷേ ഏതുമ്പോൾ കിട്ടൂല, കോമൺ സ്റ്റോക്കുമേയും കിട്ടൂല, ഏതുമേയും കിട്ടൂല, പ്രിഫറൻസ് സ്റ്റോക്കുമേയും കിട്ടൂല. ഓക്കെ, പിന്നെ വേറൊരു ഡിസഡ്വാൻറ്റേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, IPO എന്താണ്, ഭയങ്കര കോംപ്ലക്സ് ആണ്, അതുപോലെ ടൈം കൺസ്യൂമിങ് ആണ്, അതുപോലെ എന്തുമാണ്, കോസ്റ്റ്ലി ആണ്. അപ്പോൾ IPO പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു പ്രൈവറ്റ് കമ്പനി ആദ്യമായിട്ട് പബ്ലിക് കമ്പനിയായിട്ട് പബ്ലിക് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുക, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്. നമ്മൾ പറഞ്ഞിട്ട് ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സിനൊക്കെ ഒരുപാട് ഫീസ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുക, IPO ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഡിസഡ്വാൻറ്റേജ് അല്ലേ. IPO ചെയ്യണമെങ്കിൽ ഒരു പബ്ലിക് കമ്പനി കോമൺ സ്റ്റോക്ക് ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യണമെങ്കിൽ നല്ല എമൗണ്ട് എന്ത് ചെയ്യേണ്ടി വരും, പൊട്ടിക്കേണ്ടി വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്, ലിമിറ്റഡ് നമ്പർ ഓഫ് ഷെയർസ് കമ്പനി ക്യാൻ ഇഷ്യൂ. അത് ഓതറൈസ്ഡ് ഷെയർസ് ഉണ്ട്. എന്താണ് ഓതറൈസ്ഡ് ഷെയർസ്? അത് നമ്മൾ ആദ്യം ഒരു കമ്പനി പബ്ലിക് ആക്കുമ്പോൾ നമ്മൾ ചാർട്ടർ അല്ലെങ്കിൽ ബൈലോ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമ്മൾ ആർട്ടിക്കിൾ ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനി തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് എന്ത് ചെയ്യേണ്ട ഒരു സംഭവമാണ്.
അപ്പോൾ അങ്ങനെ പബ്ലിക്കൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി അപ്ഡേഷൻ ചെയ്യും ഇവർക്ക് എത്ര ഷെയർസ് മാക്സിമം ഇഷ്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളത്. നമ്മളുടെ US-ലാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്ത് കൊടുക്കുക. ആര് ചെയ്ത് കൊടുക്കുക? സ്റ്റേറ്റ് ഗവൺമെൻറ് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കമ്പനിയുടെ പേരിൽ എന്തുണ്ടാക്കും, ബൈലോ അല്ലെങ്കിൽ നമ്മളുടെ ഡോക്യുമെൻറ്റേഷൻ എന്ത് ചെയ്യും, ഉണ്ടാക്കും. ഇങ്ങനെ കമ്പനി എന്ത് ചെയ്യുക, പെർമിറ്റ് ചെയ്യാന്നൊക്കെ പറയില്ലേ, നമ്മൾ ലൈസൻസ് എടുക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ എടുക്കും. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടാവും 1 മില്യൺ ഷെയർസേ ഓതറൈസേഷൻ ചെയ്ത് തന്നിട്ടുള്ളൂ. ഗവൺമെൻറ്റാണ് എന്ത് ചെയ്ത് തരിക, എത്ര ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്ത് ചെയ്യുക, ഓതറൈസേഷൻ ചെയ്ത് തരിക. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഓതറൈസ്ഡ് ഇഷ്യൂഡ് ഔട്ട്സ്റ്റാൻഡിങ് എങ്ങനെ വരിക, ഓതറൈസ്ഡ് ഷെയർസ് എങ്ങനെ, ഫസ്റ്റ് ഓതറൈസ്ഡ് ഗവൺമെൻറ് ഓതറൈസ് ചെയ്ത് എന്നിട്ട് അതിന് നമ്മൾ ഇഷ്യൂ ചെയ്യുമല്ലോ പുറത്തേക്ക് പബ്ലിക്, അതിനാണ് എന്ത് വിളിക്കുന്നത്, ഇഷ്യൂഡ്. ഇനി അതിന് ആ ഇഷ്യൂ ചെയ്ത് നമ്മൾ കുറച്ച് തിരിച്ചു വാങ്ങുമല്ലോ ട്രഷറി, എന്നിട്ട് ഇപ്പം നിലവിൽ എത്ര ഉള്ളത് എന്നുള്ളതാണ് ഇത് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ 3 മനസ്സിലാക്കുക. ഓതറൈസ്ഡ് പറഞ്ഞാൽ ആരും ഓതറൈസ് ചെയ്തെന്നാണ്, ഗവൺമെൻറ് ഓതറൈസ് ചെയ്ത് തന്നത്. പിന്നെ ഇഷ്യൂഡ് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പുറത്തേക്ക് ഇഷ്യൂ ചെയ്തു, പക്ഷേ അതിന് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറച്ച് തിരിച്ചു വാങ്ങിയിട്ടുണ്ട്. ട്രഷറി സ്റ്റോക്ക് പറഞ്ഞ സംഭവം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ 1 മില്യൺ ഷെയർസ് അല്ല ഞാൻ പറഞ്ഞ ഓതറൈസ്ഡ്, അതിന് നമ്മളൊരു 9 ലക്ഷം എന്ത് ചെയ്തു, ഇഷ്യൂ ചെയ്തു. അപ്പോൾ ഇഷ്യൂഡ് എത്ര, 9 ലക്ഷം അല്ലേ, ഓക്കെ. അതിന് നമ്മൾ 1 ലക്ഷം തിരിച്ചു വാങ്ങി. ഇപ്പോൾ എത്ര നിലവിൽ മാർക്കറ്റിലുള്ളൂ, 8 ലക്ഷമുള്ള മാർക്കറ്റിൽ കിടക്കുന്നത്. അപ്പോൾ 1 മില്യൺ അല്ലെങ്കിൽ 10 ലക്ഷം ഓതറൈസ്ഡ്, 9 ലക്ഷം എന്താണ് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്യൂഡ് എത്ര, 9 ലക്ഷം. പക്ഷെ 1 ലക്ഷം നമ്മൾ എന്ത് ചെയ്ത് തിരിച്ച് ട്രഷറി തിരിച്ചു വാങ്ങി. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഇപ്പോൾ നിങ്ങളെ കയ്യിൽ ഇപ്പോൾ എത്രയുള്ളൂ, മാർക്കറ്റിൽ ഇപ്പോൾ എത്ര കിടക്കുന്നത്, 8 ലക്ഷം കിടക്കുന്നത്. അതാണ് 3 ടേംസ്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാനുള്ളത് എത്രയാണ് നമുക്ക് ഗവൺമെൻറ് ഓതറൈസ് ചെയ്ത് തന്നിട്ടുള്ളത്, 1 മില്യൺ ആണ്. അപ്പോൾ അതിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ കമ്പനി 1 ലക്ഷം കൂടി ഇഷ്യൂ ചെയ്തു. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്രയായി, 10 ലക്ഷം ആയില്ലേ, ഇഷ്യൂങ് 10 ലക്ഷം ആയില്ലേ. ഇനി അങ്ങോട്ട് ഇഷ്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ ബൈലോ പുതുക്കണം. ഏത് പുതുക്കണം, ബൈലോ പറഞ്ഞ സംഭവമല്ലേ, അത് എവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ് പോയിട്ട് എന്ത് ചെയ്യണം, പുതുക്കണം. ഓല് പുതുക്കിയിട്ട് ഇതിന് അപ്രൂവൽ തന്നു കഴിഞ്ഞാലുള്ള ഇനി 10 ലക്ഷത്തിൻ്റെ മുകൾക്ക് ഒരു ലിമിറ്റ് പോലെ എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് തരും. അപ്പോൾ ഒരു ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ഇഷ്യൂ ചെയ്യാൻ പറ്റൂല, ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റൂല. ആരെ അപ്രൂവലിന് വേണ്ടി കാത്തുക്കും വേണം, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബൈലോൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് കാത്തുക്കും വേണം. അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും, പക്ഷേ ഒരു ലിമിറ്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, ഇഷ്യൂ ചെയ്യാൻ പറ്റൂല. അതിന് ഇനി ആരെ അപ്രൂവലിന് ചെല്ലണം, നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ നമ്മളുടെ ആർട്ടിക്കിൾ എന്ത് ചെയ്യണം, ആർട്ടിക്കിൾ ഓഫ് ഇൻകോർപ്പറേഷൻ എന്ത് ചെയ്യണം, അപ്ഡേഷൻസ് ചെയ്യണം. അതും അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പണിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കമ്പനി അത്രത്തോളം ഗ്രോത്ത് ഉണ്ടെങ്കിലേ ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത്രയും ഷെയർസ് നമുക്ക് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ തോന്നിയ പോലെ ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നടക്കൂല, നമുക്ക് പോകുമ്പോൾ ആര് കൂട്ടി തരില്ല, ഗവൺമെൻറ് എന്ത് ചെയ്യില്ല, ഷെയർസ് കൂട്ടി തരില്ല. അപ്പോൾ നമ്മളെ കമ്പനിയിൽ അത്രയും ഗ്രോത്ത് ഉണ്ട്, ഇത്രയും ഫണ്ട് ഈ കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമല്ല എന്ന് ആർക്ക് തോന്നണം, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് തോന്നണം. എന്നാലേ ഇനി 1 മില്യൺ അങ്ങോട്ട് എന്ത് ചെയ്യുള്ളൂ, കൂട്ടി തരുള്ളൂ. അപ്പോൾ ഒരു ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ സ്റ്റക്കായി പോകില്ലേ. അപ്പോൾ അത് ഇതിൻ്റെ എന്താണ്, ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി നെക്സ്റ്റ് കേസ് എന്താണ്, ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റാൻഡ് പോയിന്റിൽ ഏറ്റവും റിസ്കിയർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇത് കോമൺ സ്റ്റോക്ക്. കാരണം എന്താണെന്നുള്ളത് 2-3 കാരണങ്ങൾ പറഞ്ഞാൽ, ഫസ്റ്റ് ലിക്വിഡേഷൻ എന്ത് ചെയ്യുമ്പോൾ ലിക്വിഡേഷൻ, പിന്നെ എന്ത് പ്രോഫിറ്റ് കിട്ടുമ്പോൾ പ്രോഫിറ്റ് ഷെയറിങ്. ഫസ്റ്റ് ലിക്വിഡേഷൻ പറയാം, ബോണ്ട് എല്ലാതും കൊടുക്കണം. ഇപ്പോൾ കമ്പനി പൂട്ടി പോവുക, ബോണ്ട് ഫുള്ള് കൊടുക്കണം. ബോണ്ടേരിക്കുള്ള എമൗണ്ട് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യണം, കമ്പനി പൂട്ടി പോകുമ്പോൾ ബോണ്ടേരിക്കുള്ള ഫുൾ എമൗണ്ട് കൊടുത്താൽ തന്നെ നമ്മളെ ഫണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, തീർന്നിട്ടുണ്ടാവും. പിന്നെ ആർക്ക് കൊടുക്കണം, ഇനി എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ആർക്ക് കൊടുക്കേണ്ടുള്ളൂ, കോമൺ ഷെയർ. അതും ഏതേ കിട്ടുള്ളൂ, ലാബിലിറ്റി സീലിങ്ങേ കിട്ടുള്ളൂ. അതായത് പാർവേലും ഉണ്ടല്ലോ, പാർവേലും കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നോർമലി ഒരു കമ്പനി പൂട്ടി പോകുമ്പോൾ കമ്പനിയിൽ ഫണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ബോണ്ട് ഹോൾഡേഴ്സിന് കൊടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ എന്ത് കഴിയും, ഫണ്ട് മുഴുവൻ അസറ്റ് വിറ്റായിട്ടുള്ള ഫണ്ടുകൾ മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇൻ ചാൻസ് ഇനി അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു 10 രൂപ ഉണ്ടെങ്കിൽ അതാർക്കും കൊടുക്കണം, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അപ്പോൾ വളരെ റെയർ ആയിട്ടുള്ളൂ കോമൺ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കിട്ടുള്ളൂ, ലിക്വിഡേഷൻ്റെ ടൈമിൽ എന്ത് കിട്ടുള്ളൂ, എന്തെങ്കിലും പൈസ കിട്ടുള്ളൂ. കാരണം ഒരു പൂട്ടി പോണ കമ്പനിയിൽ ഇഷ്ടംപോലെ ഫണ്ട് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഓല എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ അവിടെ ഓലുള്ള അസറ്റുകളൊക്കെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, വിൽക്കുക. എന്നിട്ട് ആർക്കും ഇങ്ങനെ കൊടുക്കുക, ഷെയർ ഹോൾഡേഴ്സിന് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ കോമൺ സ്റ്റോക്ക് ഹോൾഡേഴ്സിന് ലിക്വിഡേഷൻ്റെ ടൈമിൽ എന്താണ് ലാസ്റ്റ് അല്ലേ, ലിക്വിഡേഷൻ്റെ ടൈമിൽ എന്താണ് ലാസ്റ്റ് പ്രയോറിറ്റിയിലെ ഏറ്റവും ലാസ്റ്റ് എന്ത് കിട്ടുള്ളൂ, എന്തെങ്കിലും എമൗണ്ട് എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. അതും ബാക്കി ഉണ്ടെങ്കിലേ ബോണ്ടും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഇനി ലിക്വിഡേഷൻ അല്ല, ഡിവിഡൻറ്റിൻ്റെ കേസിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിങ്ങിൻ്റെ കേസ് എങ്ങനെയാടാ, പ്രോഫിറ്റ് ഷെയറിങ് ആദ്യം നമ്മൾ ആർക്കാണ് കൊടുക്കുക, ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് എടുത്താൽ നിങ്ങൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾ ഇങ്ങനെ വരികയല്ലേ, ഇങ്ങനെ വരുമ്പോൾ ഓപ്പറേറ്റ് എക്സ്പെൻസ്, ഓപ്പറേറ്റ് ഇൻകം, ദെൻ ഇൻട്രസ്റ്റിലെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ആർക്കാണ്, ബോണ്ട് ഹോൾഡേഴ്സിന്. അപ്പോൾ നെറ്റ് ഇൻകം എത്തുന്നതിൻ്റെ മുമ്പേ ആദ്യം ആർക്ക് ഇൻട്രസ്റ്റ് കൊടുത്തു, ബോണ്ട് ഹോൾഡേഴ്സിന് കൊടുത്തു. ബോണ്ട് ഹോൾഡേഴ്സിന് കൊടുത്ത് ബാക്കിയുള്ളതല്ലേ നെറ്റ് ഇൻകം, ടാക്സും കൊടുത്ത് ബാക്കിയില്ല. ആ നെറ്റ് ഇൻകത്തിൽ നിന്ന് ഡിവിഡൻറ്റ് ആർക്കാണ് കൊടുക്കേണ്ടത്, ആദ്യം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ആദ്യം ഡിവിഡൻറ്റ് കൊടുക്കേണ്ടത്. പിന്നെ ലാസ്റ്റാണ് ആർക്ക് ഡിവിഡൻറ്റ് കിട്ടുക, കോമൺ ഷെയർ ഹോൾഡേഴ്സിന്. അപ്പോൾ പ്രോഫിറ്റ് ഷെയറിങ്ങിൻ്റെ കേസിൽ ലാസ്റ്റ് ആരാണ് വരുന്നത്,
കോമൺ ഷെയർ ഹോൾഡേഴ്സാണ്. അപ്പോൾ റിസ്കിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ലിക്വിഡേഷൻ്റെ ടൈമിലും ഏറ്റവും അവസാനം റിസ്ക് അല്ലേ, ഏറ്റവും അവസാനം കിട്ടുള്ളൂ, പൈസ കിട്ടിക്കോളണം തന്നെയല്ല. ഇനി ഇതേപോലെ ഡിവിഡൻറ്റിൻ്റെ കേസിലും ഏറ്റവും ലാസ്റ്റ് വരുള്ളൂ. അപ്പോൾ ആ ടൈമിൽ എത്തുമ്പോൾ ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റും അതുപോലെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ട് ചിലപ്പോൾ എന്ത് കൊടുക്കാൻ പൈസ ഉണ്ടാവില്ല, ഡിവിഡൻറ്റ് കൊടുക്കാനൊന്നും ഉണ്ടാവില്ല, പൈസ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാത്തിലും ലാസ്റ്റ് പ്രയോറിറ്റി അല്ലേ വരുന്നത്. അപ്പോൾ ആസ് എൻ ഇൻവെസ്റ്റർ പെർസ്പെക്റ്റീവിൽ ഏറ്റവും റിസ്ക് ആർക്കാണ് ഉണ്ടാവുക, ബോണ്ട് ഹോൾഡറിനാണോ ഉണ്ടാവുക? ബോണ്ട് ഹോൾഡറിന് എപ്പോഴും ഫസ്റ്റ് കിട്ടുകയല്ലേ. എന്നാൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ രണ്ടിൻ്റെ ഇടയിൽ വരുന്നില്ലേ, എന്നാലും മിഡിൽ റിസ്ക് ആണെന്ന് പറയാം. പക്ഷേ കോമൺ ഷെയർ ഹോൾഡറാണ് ഏറ്റവും എന്ത് വരിക, ഹയസ്റ്റ് റിസ്കിയർ ആയിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റർ സ്റ്റാൻഡ് പോയിന്റിൽ ഏറ്റവും റിസ്കിയർ സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താ കാരണം, കോസ്റ്റ് കൂടുതലാണ് ഉണ്ടാവുക, അതായത് റിട്ടേൺ കൊടുക്കേണ്ടത് കൂടുതലാണ് ഉണ്ടാവുക, കുറവാണ് ഉണ്ടാവുക, കൂടുതലല്ല ഉണ്ടാവുക. കാരണം റിസ്ക് ഏറ്റവും കൂടുതലല്ലേ ഇൻവെസ്റ്ററിന്. അപ്പോൾ തിരിച്ചിട്ട് എന്ത് കൊടുക്കേണ്ടി വരും, കൂടുതൽ റിട്ടേൺ എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും റിട്ടേൺ കൊടുക്കേണ്ട സെക്യൂരിറ്റി ഏതാടാ? ഇപ്പം മൂന്നെണ്ണത്തിൽ ബോണ്ട്, കോമൺ സ്റ്റോക്ക്, പ്രിഫറൻസ് സ്റ്റോക്ക് പറഞ്ഞില്ലേ, അതിൽ ഏറ്റവും റിട്ടേൺ കൊടുക്കേണ്ട സെക്യൂരിറ്റി ഏതാക്കരം? കോമൺ സ്റ്റോക്കിന് ആക്കരം ഏറ്റവും എന്ത് കൊടുക്കേണ്ടി വരിക, റിട്ടേൺ പെർസെൻറ്റേജ് ഉണ്ടല്ലോ കൊടുക്കേണ്ടി വരിക. ഏറ്റവും കുറവ് ഇപ്പോൾ മൂന്നെണ്ണത്തിൽ ഏതാണ്? ബോണ്ട്. അപ്പോൾ ബോണ്ട്, പ്രിഫറൻസ് സ്റ്റോക്ക്, കോമൺ സ്റ്റോക്ക്. റിസ്ക് ബേസിസിൽ എങ്ങനെ വരിക, കോമൺ സ്റ്റോക്ക്, പ്രിഫറൻസ് സ്റ്റോക്ക്, ബോണ്ട്. ഏറ്റവും റിസ്ക് ഏതാണ്? കോമൺ സ്റ്റോക്ക്. പിന്നെ റിസ്ക് കുറഞ്ഞത് പ്രിഫറൻസ് സ്റ്റോക്ക്. പിന്നെ റിസ്ക് കുറഞ്ഞ ഏതാണ്? ബോണ്ട്. ഓക്കെ, എന്നാൽ ഇനി നമുക്ക് ആ ഒരു പ്രിഫറൻസ് ഷെയർസ് ഫുള്ളാണ് പഠിക്കാത്ത ഒരു ചെറിയ ടോപ്പിക്കാണ്. ഒന്ന് എഴുതിക്കാണ് നിങ്ങൾ. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിലെ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൻ്റെ മിഡിലാണ് വരിക പറഞ്ഞില്ലേ. ബോണ്ടിൻ്റെ അത്രത്തോളം റിസ്ക് ഫ്രീയും അല്ല, എന്നാൽ കോമൺ സ്റ്റോക്കിൻ്റെ അത്രത്തോളം റിസ്ക് കൂടുതലും അല്ല. അപ്പോൾ നമ്മൾ ഹൈബ്രിഡ് കാശ് എന്നൊക്കെ പറയില്ലടാ, അതായത് ടോപ്പ് എൻഡും അല്ല, എന്നാൽ എന്തല്ല മിഡിൽ വരെ അറിയില്ലേ, ബേസും അല്ല, ബേസ് മോഡലും അല്ല, എന്നാൽ ടോപ്പ് മോഡലും അല്ല, എന്താണ് ഒരു മിഡ് റേഞ്ച് ആണെന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഹൈബ്രിഡ് ആണെന്ന് പറയില്ലേ. അതായത് ഏതിൻ്റെയൊക്കെ ഇടയിൽ വരുന്നതാണെന്നാണ് പറയണത്, നമ്മളെ കോമൺ സ്റ്റോക്കിന് ബോണ്ടിന് ഇടയിൽ ഹൈബ്രിഡ് അല്ലെങ്കിൽ ക്രോസ് ആയിട്ട് വരുന്നതാണ് ഏതെന്ന് അറിയണത്, പ്രിഫറൻസ് സ്റ്റോക്ക്. അപ്പോൾ അതിൽ എന്താക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ, അതായത് ഇതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും, അതുപോലെ കോമൺ സ്റ്റോക്കിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും, അതുപോലെ ഏതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും ബോണ്ടിന്. അത് രണ്ടും പാടെ മിക്സ് ആയിട്ടുള്ളതാണ് ഏത്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട്, കോമൺ സ്റ്റോക്കായിട്ട് എന്തൊക്കെ സിമിലാരിറ്റീസ് ഉള്ളത്, അതുപോലെ ബോണ്ടായിട്ട് എന്തൊക്കെ സിമിലാരിറ്റീസ് ഉള്ളതെന്ന് സെപ്പറേറ്റിൽ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ എന്താണ് പ്രിഫറൻസ് സ്റ്റോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് ഇക്വിറ്റി ആണല്ലേ, ഇക്വിറ്റി അല്ലേ, ഡെപ്റ്റ് അല്ലല്ലോ, എന്തിനാണ് ഇക്വിറ്റി തന്നെയാണ്. പക്ഷേ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ സ്റ്റോക്കിൻ്റെയും ബോണ്ടിൻ്റെയും ഇൻബിറ്റ്വീനായിട്ട് വരുന്ന സ്പെസിഫിക്കേഷൻ വരുന്ന ഒരു തരം സ്റ്റോക്കാണല്ലേ. അപ്പോൾ എന്താ നോക്കി നോക്കാം നമ്മൾ. ഫസ്റ്റ് ഇതിനെ പറ്റിയിട്ട് അറിയണടാ, സിമിലർ ടു ബോണ്ടല്ലേ അറിയണത്, ബോണ്ടിന് സിമിലാരിറ്റി അല്ലേ. ഫസ്റ്റ് അറിയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെന്തില്ല, വോട്ടിംഗ് റേറ്റ് ഇല്ല. ബോണ്ടിനുണ്ട് വോട്ടിംഗ് റേറ്റ്. അപ്പോൾ ഏതിന് സിമിലർ ആണ്, ബോണ്ടിന് സിമിലർ അല്ലേ. പ്രിഫറൻസ് സ്റ്റോക്ക് ഏതിന് സിമിലാരിറ്റി നമ്മൾ പറയുന്നത്, ബോണ്ടിന് സിമിലാരിറ്റി. ഇതിനെന്തില്ല, വോട്ടിംഗ് റേറ്റ് ഇല്ല. ബോണ്ടിനും എന്തില്ല, വോട്ടിംഗ് റേറ്റ് ഇല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് സിമിലാരിറ്റി എന്താ, ഫിക്സ്ഡ് ആനുവൽ പേയ്മെൻറ്റ്. ഇൻട്രസ്റ്റ് എങ്ങനെ കൊടുക്കുക, ഫിക്സ്ഡ് എമൗണ്ട് അല്ലേ കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, പ്രിഫേർഡ് ഡിവിഡൻറ്റും എങ്ങനെ കൊടുക്കേണ്ടത്, ഒരു ഫിക്സ്ഡ് എമൗണ്ട് കൊടുക്കേണ്ടത്. ശ്രദ്ധിച്ചോട്ടോ, കോമൺ സ്റ്റോക്കായിട്ട് ആ വ്യത്യാസം ഉണ്ട് കേട്ടോ. കോമൺ സ്റ്റോക്ക് എങ്ങനെ കൊടുക്കുക, തോന്നിയ പോലെ കൊടുക്കുക. നമ്മൾ ഈ ലീനനുസരിച്ചിട്ട് ഇപ്പോൾ 1000 ആണെങ്കിൽ അടുത്ത മാസം 2000, അടുത്ത മാസം 10000, അങ്ങനെ എന്താ ചെയ്യുക, കൊല്ലത്തിനനുസരിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ എമൗണ്ട് മാറും. പക്ഷേ ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് പറഞ്ഞാൽ ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് അല്ലേ, ആ പെർസെൻറ്റേജ് കിട്ടും. പ്രിഫേർഡ് ഡിവിഡൻറ്റും അങ്ങനെ തന്നെ കാരണം ഇപ്പം 100 പാർ 5% 5000 ഷെയർസ് എന്നുള്ള എല്ലാം ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് ആ 5% ഇനി എന്ത് ചെയ്യൂല, മാറൂല. അപ്പോൾ എല്ലാ മാസവും ഒരേ എമൗണ്ടാണ് എന്ത് ചെയ്യുക, പ്രിഫേർഡ് ഡിവിഡൻറ്റ് നമുക്ക്, അല്ലെങ്കിൽ എല്ലാ കൊല്ലവും ഒരേ എമൗണ്ടാണ് പ്രിഫേർഡ് ഡിവിഡൻറ്റ് ചെയ്യുക കിട്ടുക. അല്ലാതെ ഈ മാസം 5000, ഇനി അടുത്ത മാസം 6000, അങ്ങനെ കൊല്ലത്തിനനുസരിച്ച് അല്ലെങ്കിൽ മാസത്തിനനുസരിച്ച് ഡിവിഡൻറ്റ് കൊടുക്കണം എന്ത് ചെയ്യില്ല, ചേഞ്ച് ആവൂല. അപ്പോൾ ഏതിന് സിമിലാരിറ്റി ആണത്, ബോണ്ടിന് സിമിലർ അല്ലേ. ബോണ്ടിന് ഇൻട്രസ്റ്റ് റേറ്റ് ഒരു ഫിക്സ്ഡ് അല്ലേ കരം, അതേപോലെ തന്നെ ഇതും എന്താ കരം, ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ രണ്ട് സിമിലാരിറ്റീസ് ആയില്ലേ. ഇനി നെക്സ്റ്റ് കേസ് പറയുന്നത് അവിടെ പറയണ്ടോ, ഇൻ ദ ഫോം ഓഫ് ഡിവിഡൻറ്റ് യൂഷ്വലി എ പെർസെൻറ്റേജ് ഓഫ് ഫേസ് അല്ലെങ്കിൽ പാർ വാല്യൂ ഏതിൻ്റെ പോലെ, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഓൺ ഡെപ്റ്റിൻ്റെ പോലെ. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് നോക്കി നിങ്ങൾ, പ്രിഫേഴ്സ് ഓഫ്റ്റൺ ഇഷ്യൂഡ് വിത്ത് ബോണ്ട് ലൈക്ക് ഫീച്ചേഴ്സ്. അതായത് ബോണ്ടിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോളബിൾ ആണ്, കൺവേർട്ടിബിൾ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അതേപോലെ ഏതിനും ഫീച്ചേഴ്സ് ഉണ്ട്, നമ്മളുടെ പ്രിഫേഴ്സ് സ്റ്റോക്കിനും ഫീച്ചേഴ്സ് ഉണ്ട്. എന്തുണ്ട്, കോളബിൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രിഫേഴ്സ് സ്റ്റോക്ക് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, വിളിക്കാൻ പറ്റും. അതായത് നമ്മൾക്ക് എന്ത് ചെയ്യുക, പ്രിഫേഴ്സ് സ്റ്റോക്ക് എന്ത് ചെയ്യുക, തിരിച്ചായിരുന്നു വാങ്ങാൻ പറ്റും, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് വാങ്ങാൻ പറ്റും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യുക, തിരിച്ച് വാങ്ങാൻ പറ്റും. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്, കൺവേർട്ടിബിൾ ആണ്. പ്രിഫേഴ്സ് സ്റ്റോക്ക് എന്താക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക, കോമൺ സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് പഠിച്ചിട്ടുണ്ടോ, കൺവേർട്ടിബിൾ PS പറഞ്ഞിട്ട്
DPS ഏതൊക്കെ കാണുമ്പോൾ ചെയ്തിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. കൺവേർട്ടിബിൾ പ്രിഫറൻസ് സ്റ്റോക്ക്. അങ്ങനെ ഇത് രണ്ടും മാത്രമല്ല ഇനിയുണ്ട് എന്തൊക്കെ കുറച്ച് സ്പെസിഫിക്കേഷൻ ഉണ്ട്. അതിന് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്ക് പോസിബിൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതിയില്ലേ, ഒരു ഹെഡിങ് എഴുതിയിട്ടില്ലേ, അതിലിത് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ബോണ്ടായിട്ടുള്ള സിമിലാരിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റൂലേ, അതുപോലെ കോളബിളും ആണ്, നമുക്ക് എപ്പോൾ ആണെങ്കിലും എന്ത് ചെയ്യുക കോൾ ചെയ്യുക, അതുപോലെ കൺവേർട്ടിബിളും ആണ്. ഇനി നെക്സ്റ്റ് കേസ് എന്താ പറയുന്നത്, റിസീവ് ഡിവിഡൻഡ് ബിഫോർ കോമൺ ഷെയർ ഹോൾഡേഴ്സ്. ബോണ്ട് ഹോൾഡേഴ്സിനും അങ്ങനെ തന്നെയല്ലേ, കോമൺ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിൻ്റെ മുമ്പ് ആർക്ക് കൊടുക്കണം, ബോണ്ടിന് കൊടുക്കണം. അതുപോലെ തന്നെ കോമൺ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണ മുമ്പ് ആർക്കും കൊടുക്കണം, പ്രിഫറൻസ് ഷെയർ ഹോൾഡർ. അപ്പോൾ അതൊരു സിമിലാരിറ്റി അല്ലേ. ഓക്കെ, സ്റ്റേജ് വ്യത്യാസമുണ്ട്, ആദ്യം ബോണ്ട് കൊടുത്തിട്ടേ പിന്നെ എന്ത് കൊടുക്കുള്ളൂ, പ്രിഫറൻസ് സ്റ്റോക്ക്. എന്നാലും ഏതിൻ്റെ മുമ്പേയാണ്, രണ്ടും ഏതിൻ്റെ മുമ്പേയാണ്, കോമൺ സ്റ്റോക്കിൻ്റെ മുമ്പേ ആണ്. ആദ്യം ബോണ്ട് കൊടുക്കണം, പിന്നെ പ്രിഫറൻസ് ഷെയർ കൊടുക്കണം, പിന്നെ കോമൺ സ്റ്റോക്ക്. അപ്പോൾ എങ്ങനെ നോക്കുകയാണെങ്കിലും കോമൺ സ്റ്റോക്കിൻ്റെ മുമ്പേയാണ് ആരെ രണ്ടാളെയും കൊടുക്കുന്നത്, ബോണ്ടിനെയും കൊടുക്കുന്നത്, അതുപോലെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ റിസീവ് പ്രിഫറൻസ് ഓവർ കോമൺ ഷെയർ ഹോൾഡേഴ്സ്. ഏത് ടൈമിൽ? ഇത് നമ്മൾ പറഞ്ഞാണ് ലിക്വിഡേഷൻ ടൈമിലും ആർക്കാണ് അഡ്വാൻറ്റേജ് ഉള്ളത്, ബോണ്ട് ആദ്യം കൊടുക്കും, പിന്നെ ആര് കൊടുക്കും, പിന്നെ പ്രിഫറൻസ് ഷെയർ പിന്നെ ആർക്ക് കിട്ടുള്ളൂ, കോമൺ ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ബോണ്ടിനെ അപേക്ഷിച്ച് കിട്ടും, അതുപോലെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ അപേക്ഷിച്ചിട്ടും ആരെ മുമ്പ് കിട്ടും, കോമൺ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിൻ്റെ മുമ്പ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എതിരായിട്ടുള്ള സിമിലാരിറ്റീസ് ആണ്, പ്രിഫറൻസ് സ്റ്റോക്കും ബോണ്ടും ആയിട്ടുള്ള സിമിലാരിറ്റീസ് ആണ്. ഇനി ഏതിൻ്റെ സിമിലാരിറ്റീസാണ് നമ്മൾ പറയുന്നത്, കോമൺ സ്റ്റോക്ക്. കോമൺ സ്റ്റോക്ക് എന്നിട്ട് എന്താണ് സിമിലാരിറ്റീസ് ഉള്ളത്, ഇതിന് രണ്ടിനും ഡിവിഡൻഡ് കിട്ടണം. കോമൺ സ്റ്റോക്കിനും പ്രിഫറൻസ് സ്റ്റോക്കിനും എന്താ കിട്ടുക, ഡിവിഡൻഡാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ പെയ്ഡ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഇത് രണ്ടിനും എന്ത് കിട്ടൂല, ടാക്സ് ഡിഡക്ഷൻ എന്ത് ചെയ്യില്ല, കിട്ടൂല. അതൊരു സിമിലാരിറ്റി അല്ലേ, കാരണം ഇത് രണ്ടിനും എന്താ കൊടുക്കണത്, ഡിവിഡൻഡ് കൊടുക്കണത്. ബോണ്ടിന് മാത്രമേ എന്തുള്ളൂ, ഇൻട്രസ്റ്റ് ഉള്ളൂ. അപ്പോൾ ഇവിടെ ആര് കമ്പയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കോമണും പ്രിഫറും ഒറ്റ സെറ്റ് ആക്കുക, എന്നിട്ട് ആരെ പറ്റി കമ്പയർ ചെയ്യുക, ബോണ്ടായിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആർ പെയ്ഡ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അല്ലേ. ഡിവിഡൻഡ് എങ്ങനെ കൊടുക്കുക, രണ്ടിൻ്റെയും ഡിവിഡൻഡ് എങ്ങനെ കൊടുക്കുക, ടാക്സും ഇൻട്രസ്റ്റും കൊടുത്തതിന് ശേഷം ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും എന്തല്ല, ടാക്സ് ഡിഡക്റ്റബിൾ അല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്, ലിമിറ്റേഷൻ ആണ്. പക്ഷേ ലിമിറ്റേഷൻ അല്ലല്ലോ നമ്മൾ നോക്കുന്നത്, അഡ്വാൻറ്റേജ് ഓർ ലിമിറ്റേഷൻ അല്ല നോക്കുന്നത്, സിമിലാരിറ്റി നോക്കുന്നത്. അത് തമ്മിലുള്ള ആ ഒരു കണക്ഷനാണ് എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. ഓക്കെ, ഡിസഡ്വാൻറ്റേജ് ആണ് ലൈക്ക് കോമൺ ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് സ്റ്റോക്ക് നോട്ട് ടാക്സ് ഡിഡക്റ്റബിൾ. അത് രണ്ടാമതൊരു പോയിന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്, എന്തല്ല, ടാക്സ് ഡിഡക്റ്റബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ് അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റും ടാക്സും കൊടുത്തതിന് ശേഷമാണ് ചെയ്യാന്നുള്ളതാണ്. അത് പിന്നെ ഞാൻ പ്ലസ് പോയിന്റ് ആക്കിയിട്ട് പറഞ്ഞാണ് ഏത്, അതുകൊണ്ട് തന്നെ ഇതെന്തല്ല, ടാക്സ് ഡിഡക്റ്റബിൾ അല്ല എന്നുള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് പേയിങ് പ്രിഫേർഡ് ഡിവിഡൻഡ് വിൽ നോട്ട് ബ്രീച്ച് ദ കോൺട്രാക്ട് കാനോട്ട് റിസൾട്ട് ബാങ്ക്രപ്റ്റസി പ്രൊസീഡിങ്സ്. ഫോർ എക്സാമ്പിൾ ഡിവിഡൻഡ് കൊടുത്തിട്ടില്ലെങ്കിൽ ലീഗൽ കൺസേൺസ് ഇല്ലല്ലോ. അപ്പോൾ കോമൺ സ്റ്റോക്കിൻ്റെ ഡിവിഡൻഡ് കൊടുത്തിട്ടില്ലെങ്കിലും പ്രിഫർ സ്റ്റോക്കിൻ്റെ ഡിവിഡൻഡ് കൊടുത്തിട്ടില്ലെങ്കിലും ഇഷ്യൂസ് ഒന്നുമില്ല, കമ്പനി എന്തൊക്കൊന്നും പോകില്ല. ബാങ്ക്രപ്റ്റസി എന്താണെന്ന് അറിയില്ലേ, കമ്പനീനെ പൂട്ടി, അതായത് ജപ്തി നോട്ടീസൊക്കെ വരിക അറിയില്ലേ, അതേപോലെ നോട്ടീസും കാര്യങ്ങളൊന്നും വരില്ല. ഇത് ഏതിനെ കമ്പയർ ചെയ്യണത്, ബോണ്ടിനെയാണ്. കോമൺ സ്റ്റോക്കിനും പ്രിഫർ സ്റ്റോക്കിനും നിങ്ങൾ ഡിവിഡൻഡ് കൊടുത്തിട്ടില്ല വെച്ചിട്ട് പ്രത്യേകിച്ച് എന്തില്ല, ഇഷ്യൂ ഒന്നുമില്ല. കോൺട്രാക്റ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾ നിയമം തെറ്റിക്കണമൊന്നുമില്ല, പൈസ അല്ലെങ്കിൽ കൊടുക്കണ്ട, അത്രേ ഉള്ളൂ. പക്ഷേ ബോണ്ട് എങ്ങനെയാണ്, ബോണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താവും, കേസ് ആവും. ഓക്കെ, അപ്പോൾ ഏതായിട്ടുള്ള സിമിലാരിറ്റിയാണ് അത്, രണ്ടിനും ഡിവിഡൻഡ് ആവുകൊണ്ട് തന്നെ ലീഗൽ ഒബ്ലിഗേഷൻസ് ഒന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല, വരാൻ പോകുന്നില്ല. കോമൺ സ്റ്റോക്ക് കൊടുത്തിട്ടില്ല വെച്ചിട്ട് പ്രശ്നമുണ്ടോ, ഡിവിഡൻഡ് കൊടുത്തിട്ടില്ല വെച്ചിട്ട് പ്രശ്നമുണ്ടോ, പ്രിഫർ സ്റ്റോക്ക് ഡിവിഡൻഡ് കൊടുത്തിട്ടില്ല വെച്ചിട്ട് പ്രശ്നമുണ്ടോ, ഇതൊന്നും എന്തില്ല, ഒരു കൺസേൺ അല്ല. അപ്പോൾ ഒരു സിമിലാരിറ്റി അല്ലേ, രണ്ടും തമ്മിലുള്ള ഒരു കണക്ഷൻ അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, അസറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ടൈമിൽ പ്രിഫേർഡ് എന്താണ്, ജൂനിയർ ടു ബോണ്ട് ഹോൾഡേഴ്സ്, അതുപോലെ സീനിയർ ടു കോമൺ ഷെയർ ഹോൾഡേഴ്സ്. ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിക്വിഡേഷൻ്റെ ടൈമിൽ ആദ്യമായിരിക്കും കിട്ടുക ബോണ്ടിന്, അത് കഴിഞ്ഞിട്ട് ആർക്ക് രണ്ടാൾക്കും കിട്ടുള്ളൂ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും കോമൺ ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ അതൊരു സിമിലാരിറ്റിയാണ്, കാരണം ഫസ്റ്റ് ആർക്കും കൊടുക്കണം, ബോണ്ടിന് കൊടുക്കണം, എന്നിട്ട് പിന്നെ ആർക്കൊക്കെ കിട്ടുള്ളൂ എന്ന് അറിയണത്, പ്രിഫറൻസിനും കോമണിനും കിട്ടുള്ളൂ എന്ന് അറിയണത്. അപ്പോൾ ഓല് തമ്മിൽ എന്താണ്, ഓലൊക്കെ രണ്ടാം സ്ഥാനക്കാരാണല്ലേ, ബോണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള രണ്ടാം സ്ഥാനക്കാരല്ലേ ഓല് രണ്ടാളും വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു സിമിലാരിറ്റിയാണ്. പ്രിഫറൻസ് എന്താണ്, ജൂനിയർ ടു ജൂനിയർ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയില്ലേ, അതിൻ്റെ താഴെ വരുന്നത് ആണ്. ഓക്കെ, ബാങ്ക്രപ്റ്റസി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജപ്തി സംഭവം വരുമല്ലോ, കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് എന്ത് വരിക, നിങ്ങളെ കമ്പനി CC ആണ് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നോട്ടീസ് വരിക. നിങ്ങളെ ബാങ്ക് എടുക്കുക, നിങ്ങളെ കമ്പനിനെ, ബാങ്കിന് നിങ്ങളെ കമ്പനി കൊടുക്കുക. ഏതാണ്, ഇതാണോ? അതായത് പ്രിഫേർഡ് ഡിവിഡൻറ്റും കോമൺ ഡിവിഡൻറ്റും കൊടുത്തില്ല വിചാരിച്ചിട്ട് നമുക്ക് ലീഗലി എന്തില്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് ഏതുമൊക്കെ കമ്പയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിനൊരു സിമിലാരിറ്റി ആയില്ലേ, പ്രിഫറൻസ് സ്റ്റോക്കും കോമൺ സ്റ്റോക്കിൻ്റെ ഡിവിഡൻറ്റ് കൊടുത്തില്ല വെച്ചിട്ട് എന്തില്ല,
ഇഷ്യൂ ഇല്ല. അത് ഏതുമൊക്കെ കണക്റ്റ് ആവുന്ന വെച്ച് കഴിഞ്ഞാൽ ബോണ്ടിനെ കമ്പയർ ചെയ്യുന്നത്. ബോണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താവും? കേസാവും, ബാങ്കിൽ നിന്ന് നോട്ടീസ് വരും അല്ലേ. അപ്പോൾ അതാണ് ആ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ കോമൺ സ്റ്റോക്കും പ്രിഫേർഡ് സ്റ്റോക്കിനും എന്ത് ഇഷ്യൂ ഇല്ല? ലീഗൽ ഇഷ്യൂ ഇല്ല, ഒബ്ലിഗേഷൻ ഇല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അവിടെ, ഈ ഒരു പോയിന്റില്ലേ ഫീച്ചേഴ്സ് ഉണ്ട് കുറച്ച് എന്നുള്ളത്. അപ്പോൾ ആ ഫീച്ചേഴ്സ് ഏതെന്നുള്ളതാണ് ഏതിൽ പഠിക്കുന്നത്? പോസിബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രിഫേർഡ് ഷെയർസ്. ഫസ്റ്റ് എന്താണ്? കോളബിൾ ഓർ റെഡീമബിൾ. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റീപർച്ചേസ് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും? റീപർച്ചേസ് ചെയ്യാൻ പറ്റും. അത് കോമൺ സ്റ്റോക്കിനും പറ്റുകയൊക്കെ ചെയ്യും. പക്ഷേ നോർമലി കോളബിൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എടുത്ത് പറയാം. ട്രഷറി സ്റ്റോക്ക് എന്നല്ല, ഇവിടെ എന്താ പറയുക, കോളബിൾ ഓപ്ഷൻ എന്ന് വിളിക്കുക. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രൈസസ് അധികം കൊടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പ്രിഫേർഡ് സ്റ്റോക്ക് നമ്മൾ 25 രൂപ വിറ്റ് വിചാരിച്ചോ, നമ്മൾ തിരിച്ചു വാങ്ങല്ലേ പെട്ടെന്ന് തിരിച്ചു വാങ്ങുമ്പോൾ നമുക്ക് ഇത് എത്രയിന് തിരിച്ചു വാങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും 25-ന് ആരും എന്ത് ചെയ്യില്ല, തിരിച്ചു തരില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരു 5 രൂപ കൂട്ടിയിട്ട് കൊടുക്കണം. ആ 5 രൂപ കൂട്ടണീനാണ് നമ്മൾ എന്ത് വിളിക്കുക? കോൾ പ്രീമിയം. അതായത് പാർ വാല്യൂവിൻ്റെ ഒക്കെ, പാർ വാല്യൂ 25 അല്ലേ, 25 രൂപക്ക് അവർക്ക് സെയിൽ ചെയ്തിരിക്കുന്ന കമ്പനി പ്രിഫേർഡ് സ്റ്റോക്ക്. അപ്പോൾ എത്രയിനെ അവർ തിരിച്ചു വാങ്ങാൻ പറ്റുള്ളൂ? അതിനേക്കാൾ ഹയർ പ്രൈസിന് എന്ത് ചെയ്യാറ്റുള്ളൂ? അങ്ങനെയാണെങ്കിൽ ആര് തരുള്ളൂ? പ്രിഫേർഡ് ഷെയർ ഹോൾഡേഴ്സ് ഏബിൾ ടു സെല്ലാവുള്ളൂ അല്ലേ. സെല്ല് ചെയ്യാൻ എന്താവുള്ളൂ? നിൽക്കുള്ളൂ. അപ്പോൾ 25-നേക്കാളും കൂടുതൽ ഒരു 30-നാണ് വിൽക്കുക. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? കോൾ പ്രീമിയം എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? കോൾ പ്രീമിയം. ഓക്കെ, അപ്പോൾ സിംപ്ലി കോൾ അല്ലെങ്കിൽ റെഡീമബിൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റീപർച്ചേസ്ഡ് ബൈ ദ ഇഷ്യൂർ ഓഫ് ദ ഷെയർസ്. അപ്പോൾ ഇത് ഏതിന് സിമിലാരിറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണ്ട് ഉണ്ടല്ലോ, ബോണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? കോൾ ചെയ്യാൻ പറ്റൂലേ. അപ്പോൾ ബോണ്ട് കോൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? പ്രീമിയം. എന്ത് കൊടുക്കണം? കോൾ പ്രീമിയം എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്യണം? കൊടുക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താടാ? കൺവേർട്ടിബിൾ പ്രിഫറൻസ് സ്റ്റോക്ക്. ഇത് നിങ്ങൾ കേട്ടാകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യുന്ന പ്രിഫറൻസ് സ്റ്റോക്ക് ഷെയർസ് ഇൻ ടു കോമൺ ഷെയർസ്. അതിന് തുല്യമായിട്ടുള്ള എമൗണ്ടിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ഇതിൻ്റെ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടാവും 1000 രൂപയുടെ പ്രിഫറൻസ് ഷെയർസ് നിങ്ങളെ കയ്യിലുള്ളത്. ഓരോ 10 രൂപക്കും നിങ്ങൾക്ക് എന്താക്കി മാറ്റാം? ഒരു കോമൺ സ്റ്റോക്ക് ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ഡിവൈഡ് ബൈ 10 എത്ര ഷെയർസ് ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളത് എന്ത് ചെയ്തായി നോക്കിയായി. അതായത് ഒരു ടോട്ടൽ പ്രിഫറൻസ് സ്റ്റോക്ക് നിങ്ങൾ എത്ര രൂപയുടെ നിങ്ങളെ കയ്യിലുള്ളത്? 1000 രൂപ. ഒരു കോമൺ സ്റ്റോക്ക് കിട്ടണമെങ്കിൽ എത്ര കൊടുത്തായി? ഇതിന് തുല്യമായിട്ടുള്ള 10 രൂപ. അങ്ങനെയാണെങ്കിൽ എത്ര നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? ഇതേപോലെ 100 ഏതൊക്കെ മാറ്റാൻ പറ്റും? കോമൺ ഷെയർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഓപ്ഷനാണ്. അതായത് എല്ലാ പ്രിഫറൻസ് സ്റ്റോക്കിനും ഈ സാധനം ഉണ്ടായിക്കോളണമെന്നില്ല. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഒരുപാട് ബോണ്ടുകൾ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ സാധാ പ്രിഫറൻസ് സ്റ്റോക്ക് ഉണ്ടാവും, പിന്നെ കോളബിൾ പ്രിഫറൻസ് സ്റ്റോക്ക് ഉണ്ടാവും, പിന്നെ ഏതുണ്ടാവും? കൺവേർട്ടിബിൾ പ്രിഫറൻസ് സ്റ്റോക്ക് ഉണ്ടാവും. ഓരോ ഫീച്ചേഴ്സാണ്. പിന്നെ നെക്സ്റ്റ് പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഡൻഡ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിക്സ്ഡ് എമൗണ്ട് ആണ് ആർക്ക് ഡിവിഡൻഡ് കിട്ടുക എന്ന് ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചു. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്താ കിട്ടുക? ഫിക്സ്ഡ് എമൗണ്ടാണ് കിട്ടുക. ഇപ്പോൾ കമ്പനി വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണ്. നമ്മളിപ്പോൾ പാർട്ടിസിപ്പേറ്റിംഗ് ബോണ്ട് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇതേപോലെ തന്നെയാണ്. ബോണ്ടിന് ഒരു നിശ്ചിത എമൗണ്ട് പ്രോഫിറ്റ് കമ്പനി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും? ഡിവിഡൻഡ് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഫിക്സ്ഡ് എമൗണ്ട് എന്ത് കിട്ടുക എന്ന് നമ്മൾ പറഞ്ഞു? ഫിക്സ്ഡ് എമൗണ്ടാണ് ഡിവിഡൻഡ് കിട്ടുക. അപ്പോൾ എല്ലാ വർഷവും ഫിക്സ്ഡ് അല്ല കിട്ടുക. സം കേസ് ഇത് പാർട്ടിസിപ്പേറ്റിംഗ് ആണെന്നുള്ളത് നമ്മളെ ഡോക്യുമെൻറ്റേഷനിൽ പറയുന്നുണ്ടെങ്കിൽ നമ്മളെ കമ്പനി നല്ലൊരു ലാഭം ഉണ്ടാക്കി, ഹ്യൂജ് ലാഭം ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എന്തും കൂടി കിട്ടും? ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിവിഡൻഡ് കൂടി എന്ത് ചെയ്യും? കിട്ടും. അതായത് കോമൺ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടണ പോലെ കോമൺ ഷെയർ ഹോൾഡേഴ്സിന് നല്ല പ്രോഫിറ്റ് ഉണ്ടായാൽ നല്ല ഡിവിഡൻഡ് കിട്ടൂലേ, അതേപോലെ ഇവർക്കും എന്ത് കിട്ടും? ഡിവിഡൻഡ് ഫിക്സ്ഡ് അല്ല, ഫിക്സ്ഡിൻ്റെ പുറമെ എന്ത് ചെയ്യും? കുറച്ചും കൂടി ഇൻക്രിമെൻ്റൽ ആയിട്ട് എന്ത് ചെയ്യും? കിട്ടും. ഓക്കെ, അപ്പോൾ ഏതാ സിറ്റുവേഷൻ? പർട്ടിക്കുലറി ഹൈ പ്രോഫിറ്റ്. എങ്ങനെ വരണം? ഹൈ പ്രോഫിറ്റ് വരണം. പിന്നെ നമ്മൾ വാങ്ങുന്ന പ്രിഫറൻസ് ഷെയർ ഏത് ആവും വേണം? പാർട്ടിസിപ്പേറ്റിംഗ് ആവുകയാണ്. നമ്മൾ വാങ്ങുന്ന പ്രിഫറൻസ് ഷെയർ പാർട്ടിസിപ്പേറ്റിംഗ് ആണെങ്കിൽ കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കുറച്ചും കൂടി ഒരു ഡിവിഡൻഡ് എന്ത് ചെയ്യും? കിട്ടും. ആ ഫിക്സ്ഡിൻ്റെ പുറമെ എന്ത് ചെയ്യും? അപ്പോൾ ആ വർഷം എന്ത് കിട്ടിയിട്ടുണ്ടാവും? ഇപ്പോൾ ഫിക്സ്ഡ് ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അഡീഷണലി ഇപ്പോൾ ഈ പ്രോഫിറ്റ് കൂടിയിട്ട് കിട്ടിയിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഡൻഡ് കിട്ടുമ്പോൾ നല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കുറച്ചും കൂടി അധികം എന്ത് കിട്ടും? ഡിവിഡൻഡ് കിട്ടും. അത്രേ ഉള്ളൂ കേട്ടോ. തന്നെ അഡീഷണൽ ഡിവിഡൻഡ്. ഇനി നെക്സ്റ്റ് എന്താ? വോട്ടിംഗ് റേറ്റ് അല്ലേ. എടാ ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഇതാണ് എപ്പോഴും നമ്മളെ കൺഫ്യൂസിങ് ആക്കുന്ന ഒരു സാധനം. ശരിക്കും നോർമലി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്തില്ല? വോട്ടിംഗ് റേറ്റ് ഇല്ല. ഇത് വളരെ റെയറായിട്ട് കമ്പനീസ് കൊടുക്കുന്ന ഒരു സംഭവമാണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കും? വോട്ടിംഗ് റേറ്റ് കൊടുക്കും. അതൊരു വേസ്റ്റ് കേസ് സിനാരിയോ എത്തും വേണം. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യുമുലേറ്റീവ് ഡിവിഡൻഡ് പറഞ്ഞാൽ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് സ്റ്റോക്ക് പറഞ്ഞൊരു സംഭവമുണ്ട്. ക്യുമുലേറ്റീവ് ഉണ്ട്, അതുപോലെ എന്തുണ്ട്? നോൺ ക്യുമുലേറ്റീവ് ഉണ്ട്. ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ വർഷവും ഡിവിഡൻഡ് കൊടുക്കൽ നിർബന്ധമാണ്.
ഇനി ഈവൻ ദോ കൊടുത്തിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യും, ഇങ്ങനെ കൂടി 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 അരിയേഴ്സ് എന്ന് പറയും, അരിയേഴ്സ്ക്ക് കൂടി വരും. നെക്സ്റ്റ് ടോപ്പിക് അതാണ്, അരിയേഴ്സ്ക്ക് കൂടി വരും. ഇപ്പോൾ ഇയർ 1 കൊടുത്തില്ല, ഇയർ 2 കൊടുത്തില്ല, ഇയർ 3 ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുത്തില്ല, ഡിവിഡൻഡ് കൊടുത്തില്ല വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇയർ 4 നിങ്ങൾ ഇനി എന്തെങ്കിലും ഡിവിഡൻഡ് കൊടുക്കാൻ നിൽക്കുമ്പോൾ ആദ്യം ഇയർ 1 പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യണം, ഇയർ 2 സെറ്റിൽ ചെയ്യണം, ഇയർ 3 സെറ്റിൽ ചെയ്യണം, പിന്നെ ഏത് സെറ്റിൽ ചെയ്യണം, ഇയർ 4 സെറ്റിൽ ചെയ്തിട്ട് ഇനി ആർക്കെങ്കിലും അല്ലെങ്കിൽ കോമൺ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ, ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർക്ക് ഡിവിഡൻഡ് എപ്പോഴും വില എന്താ ഏണ്ടാണ് അല്ലേ, ഡിവിഡൻഡ് കിട്ടൽ എന്താണ് നിർബന്ധമാണ്. കൊടുക്കുകയോ കൊടുത്തില്ല എന്നുള്ള വിഷയമുള്ളൂ, ഡിവിഡൻഡ് ആ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം കൊടുക്കൽ എന്താണ് നിർബന്ധമായി. അപ്പോൾ ക്യുമുലേറ്റീവർക്ക് ഡിവിഡൻഡ് നിർബന്ധമായി കൊടുക്കണം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് വോട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഞാൻ റിപ്പീറ്റഡ്ലി പറയാണ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്തിനുള്ള റൈറ്റ് ഇല്ല, വോട്ടിങ്ങിനുള്ള റൈറ്റ് ഇല്ല. ഇത് എന്ത് ഉള്ള പ്രിഫറൻസ് ഷെയർ ആവണം, വോട്ടിംഗ് റേറ്റ് ഉള്ള പ്രിഫറൻസ് ഷെയർ ആവണം. അത് വളരെ റയറായിട്ടേ വരുള്ളൂ, അത് ആർക്കേ കിട്ടുള്ളൂ എന്നും പറയുന്നുണ്ട്. അതിൽ തന്നെ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. അപ്പോൾ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഷെയർ നമ്മൾ വാങ്ങുമ്പോൾ അതിലെന്ത് പറയണം, ഇതിനെന്തുണ്ടെന്ന് പറയണം, വോട്ടിംഗ് റേറ്റ് ഉണ്ട് പറയാം. എന്നാൽ വോട്ടിംഗ് റേറ്റ് ഉണ്ട് ചോദിച്ചാൽ എല്ലാ വർഷവും വോട്ട് ചെയ്യാൻ പറ്റൂല. എപ്പോഴേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ വെച്ച് കഴിഞ്ഞാൽ ആനുവൽ ഡിവിഡൻഡ് ഈസ് നോട്ട് പെയ്ഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇയർ 1 ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കൽ നിർബന്ധമല്ലേ. ഈ കമ്പനി എന്ത് കൊടുത്തില്ല, ഡിവിഡൻഡ് എന്ത് ചെയ്തില്ല, പേ ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കുക, 2 പോയിന്റ് ആക്കിയിട്ട് പറയാം. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആവണം, അതിലെന്തും പറയണം, ഇവർക്ക് എന്തുണ്ടെന്നും പറയണം, വോട്ടിംഗ് റേറ്റ് ഉണ്ട് എന്നുള്ളതും നമ്മളെ ബോണ്ട് ഇൻഡെഞ്ചർ പറഞ്ഞ പോലെ തന്നെ പ്രിഫറൻസ് ഷെയറിൻ്റെ ഡോക്യുമെൻറ്റിൽ പറയണം. ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും വോട്ട് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പോഴും എന്ത് ചെയ്യണം, ഓർക്ക് കിട്ടേണ്ട ഡിവിഡൻഡ് എന്ത് ചെയ്യാതിരിക്കണം, കിട്ടാതെ ഇരിക്കണം. അപ്പോൾ ഇയർ 1 ഡിവിഡൻഡ് കൊടുത്തില്ല, അപ്പോഴേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കോമൺ ക്വസ്റ്റ്യൻ, ഇപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഏതാണ് നമുക്ക് ബെനിഫിറ്റ്, കോമൺ സ്റ്റോക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ പ്രിഫറൻസ് സ്റ്റോക്കിന് എന്താണ് ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോട്ടിംഗ് അവകാശം ഇല്ല എന്നുള്ള ആൻസർ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണ്ട, കണക്ട് ചെയ്യണ്ട. യൂഷ്വലി അല്ലെങ്കിൽ കോമൺലി അല്ലെങ്കിൽ നോർമലി എന്തിനുള്ള അവകാശം ഇല്ല, വോട്ട് ചെയ്യാനുള്ള അവകാശമല്ല. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മാച്ച് ചെയ്ത് തരുമെങ്കിൽ മാത്രമേ എന്ത് കൊടുക്കേണ്ടുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്ത് പറയണം, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് സ്റ്റോക്ക് ആണ്. ഇതിൽ എന്തിനുള്ള അവകാശം പറയുന്നുണ്ട്, വോട്ടിംഗ് റേറ്റിനുള്ള അവകാശം പറയുന്നുണ്ട്. എന്നാൽ ഈ വർഷം ഡിവിഡൻഡ് കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വോട്ട് ചെയ്യാൻ പറ്റുമെന്നേ പറയേണ്ടുള്ളൂ. അല്ലാതെ നോർമൽ ഒരു ക്വസ്റ്റ്യൻ ക്യുമുലേറ്റീവ് ആണെന്നോ പ്രിഫറൻസ് സ്റ്റോക്ക് ആണെന്നോ ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്ന് എന്ത് ചെയ്യേണ്ട, എഴുതി വെക്കേണ്ട ആവശ്യമില്ല. എടുത്തിട്ട് ഈ 3 പോയിന്റ്സ് എന്ത് ചെയ്യണം, പറയണം. ക്യുമുലേറ്റീവ് ആയിക്കോട്ടെ, അതിൽ പിന്നെ എന്തും പറയണം. ആ ക്യുമുലേറ്റീവിൽ തന്നെ ഇവർക്ക് എന്തുണ്ട്, വോട്ടിംഗ് അവകാശം ഉണ്ട് എന്ന് പറയണം. അപ്പോൾ ഈ പോയിന്റ്സ് ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ മാച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടുള്ളൂ, വോട്ട് എന്ത് ചെയ്യേണ്ടുള്ളൂ, കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഓക്കെ, എന്നാൽ നമുക്ക് എങ്ങനെ വോട്ടിംഗ് റേറ്റ് അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഉപയോഗിച്ചാലും ഡിവിഡൻഡ് കൊടുക്കണം, രണ്ടിനും ഡിവിഡൻഡ് കൊടുക്കണം. അതായത് ഓലെ ഒന്ന് സാറ്റിസ്ഫാക്ഷറി ആക്കാനുള്ളൊരു ഓപ്ഷനാണ്. അത് എന്തിനു വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഓൾക്ക് മട്ടിച്ചിരിക്കല്ലേ, ഇപ്പോൾ കിട്ടേണ്ട ഡിവിഡൻഡ് കിട്ടാതിരിക്കല്ലേ. അപ്പോൾ ഒരു എന്തായാലും ക്യുമുലേറ്റീവ് എന്തായാലും അതൊന്നും ഒരു വ്യത്യാസമല്ല. പക്ഷേ അവർക്കൊരു സാറ്റിസ്ഫാക്ഷറി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ഓലൊരു കമ്പനിയുടെ ഒരു ഓണറാക്കിയിട്ട് ആ വർഷം ജസ്റ്റ് ഓല ഒന്നും കിട്ടാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താനുള്ളൊരു ഓപ്ഷനാണത്. അതിൽ തന്നെ ക്യുമുലേറ്റീവായിട്ട് കാര്യമല്ല കേട്ടോ. ക്യുമുലേറ്റീവിൽ എന്ത് എടുത്തു പറയും വേണം, വോട്ടിംഗ് റേറ്റ് ഉണ്ട് എന്ന് എന്ത് ചെയ്യണം, എടുത്ത് പറയുവാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഹോൾഡേഴ്സിന് ഈ വർഷം ഡിവിഡൻഡ് കൊടുത്തില്ല, എന്നാൽ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ ഇല്ല, അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റൂല. അത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടോപ്പിക് ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം പറയാം, അതിന് ശേഷം ആ ഒരു കാൽക്കുലേഷൻ ചെയ്യാം കേട്ടോ. അയാളെ ശ്രദ്ധിക്കുക, ഏതിനെ പറ്റിയിട്ട് ഇനി പഠിക്കാൻ പോകണേ, ഡെപ്റ്റിനെ പറ്റി പഠിച്ചൂലേ, ഡെപ്റ്റ് വാല്യൂഷനും കാര്യങ്ങളൊക്കെ പഠിച്ചു, അതുപോലെ ഇക്വിറ്റി വാല്യൂഷനും നടത്തി. അതിൽ കോമൺ സ്റ്റോക്ക് കഴിഞ്ഞു. ഇനി ഏതാ നമ്മൾ പഠിക്കാൻ പോകുന്നത്, പ്രിഫറൻസ് സ്റ്റോക്ക്. പ്രിഫറൻസ് സ്റ്റോക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തൂലേ, കുറച്ച് പോയിന്റ്സ് ഒക്കെ പറഞ്ഞില്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിവിഡൻഡ് കൊടുക്കലാണ്. ഏതിന് ഡിവിഡൻഡ് കൊടുക്കലാണ്, പ്രിഫറൻസ് ഷെയർസിന് ഡിവിഡൻഡ് കൊടുക്കുക. ഇതിൽ ഏതും കൺസിഡർ ചെയ്യേണ്ടത്, നമ്മൾ കോമൺ സ്റ്റോക്കിൻ്റെ ഡിവിഡൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോമൺ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ആരെ സാറ്റിസ്ഫൈ ചെയ്യണം, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ തന്നെ എന്തിനും ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടാവും. നോർമൽ കേസിൽ കോമൺ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ടാവും, ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് എന്താണ് ഫിക്സ്ഡ് പെർസെൻറ്റേജോ പാർ വാല്യൂ കരം. പാർ വാല്യൂവിൻ്റെ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആണ് എന്തായിട്ട് കൊടുക്കുക, ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റിംഗ് നിങ്ങൾ കണ്ടിട്ട് തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ കണ്ടില്ലേ, അതിനെ സ്റ്റേറ്റ് ചെയ്ത് നോക്കി നോക്ക്. 4500 ഷെയർസ് 3.5 ക്യുമുലേറ്റീവ് 50 പാർ വാല്യൂ അല്ലേ. അപ്പോൾ എങ്ങനെ നമ്മൾ ഒരു ഷെയറിൻ്റെ കാണുക, 50 × 3.5% ഒരു ഷെയറിനുള്ള കിട്ടി. ദെൻ ഇൻറ്റു 4500 അടിച്ച് കഴിഞ്ഞാൽ
അത്രയും ഷെയർസിന് എത്ര ഡിവിഡൻഡ് കൊടുക്കണം എന്നുള്ളത് എന്ത് ചെയ്യും നമുക്ക് എമൗണ്ട് കിട്ടും. അപ്പോൾ എപ്പോഴും ഒരു ഫിക്സ്ഡ് എമൗണ്ട് അല്ല കാരണം എപ്പോഴും എന്താണ് ആ 50-ന്റെ എത്ര പെർസെൻറ്റേജ് 50-ന്റെ 3.5% ആയിരിക്കും എപ്പോഴും എന്ത് കൊടുക്കുക ഒരു ഷെയറിന് ഡിവിഡൻഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആണല്ലേ. ബോണ്ടിൻ്റെ പോലെ ഇൻട്രസ്റ്റ് ബോണ്ടിന് ഇൻട്രസ്റ്റ് കൊടുക്കണം അതേപോലെയാണല്ലേ. ഇതിൽ തന്നെ ഡിവിഡൻഡ് ഏത് രീതിയിലുണ്ട് അറിയേണ്ടത്, ക്യുമുലേറ്റീവ് ഉണ്ട് നോൺ ക്യുമുലേറ്റീവ്. അപ്പോൾ എന്താണ് രണ്ട് ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് ആണ് അല്ലെങ്കിൽ ഷെയർസ് ആണ്, പ്രിഫറൻസ് ഷെയർസ് ആണ്. ഫസ്റ്റ് ഏതാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ വാങ്ങാം, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയറും വാങ്ങാം അല്ലെങ്കിൽ ഏതും വാങ്ങാം, നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസും വാങ്ങാം. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ക്യുമുലേറ്റീവിൻ്റെ പ്രത്യേകതകൾ എന്ന് നോക്കാട്ടോ. ഫസ്റ്റത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഡൻറ്റിൻ്റെ കേസല്ലേ പറയുന്നത്. ഡിവിഡൻറ്റ് നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്യുമുലേറ്റ് ആവും. അക്യുമുലേറ്റ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി വരും. ഒരു വർഷം കൊടുത്തിട്ടില്ലെങ്കിൽ ഇനി അടുത്ത വർഷം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ഈ വർഷത്തിൽ അടുത്ത വർഷം ഒരു 4 വർഷം കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പോൾ 4 വർഷം കൊടുത്തില്ല 5ാമത്തെ വർഷം കൊടുക്കാൻ നിൽക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 1, 2, 3, 4 കൊടുക്കണം, പിന്നെ ഏതും കൊടുക്കണം 5 കൊടുക്കണം. അപ്പോൾ ഡിവിഡൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് അടുത്ത വർഷത്തിൽ ഇങ്ങനെ പ്ലസ് ചെയ്ത് പോകില്ലേ, ഇതിനെയാണ് അക്യുമുലേഷൻ എന്ന് വിളിക്കുന്നത്. കൂടി വരും. അല്ലെങ്കിൽ അതിന് അരിയേഴ്സ് എന്ന് വിളിക്കലുണ്ട്. എന്താ വിളിക്കല്, അരിയേഴ്സ് എന്നും വിളിക്കലുണ്ട്. ഓക്കെ, ഇനി എന്താണ് ഇഫ് ദ ഡിവിഡൻറ്റ് മിസ്ഡ് എ സ്പെസിഫിക് ഇയർ. ഒരു വർഷങ്ങൾ ഡിവിഡൻറ്റ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവെന്ന് അറിയണേ, ഇറ്റ് ഗെറ്റ്സ് അക്യുമുലേറ്റഡ് ആവും. ഇനി എന്ത് ചെയ്യും വേണം, മസ്റ്റ് ബി പെയ്ഡ് ബിഫോർ എനി കോമൺ ഡിവിഡൻറ്റ് ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ നിങ്ങളൊരു കോമൺ ഡിവിഡൻറ്റ് കൊടുക്കുന്നതിൻ്റെ മുമ്പേ എന്ത് കൊടുത്ത് തീർക്കണം, ഈ അക്യുമുലേറ്റ് ആയത് ഫുള്ള് എന്ത് ചെയ്യണം, കൊടുത്ത് തീർക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയണേ, 8 വർഷമായിട്ട് ഒരു കമ്പനി ക്യുമുലേറ്റീവ് പ്രിഫറൻസ് സ്റ്റോക്കിൻ്റെ ഡിവിഡൻറ്റ് കൊടുത്തില്ല. ഇനി 9ാമത്തെ വർഷം വരെ എന്ത് ചെയ്യാൻ പോകണം, ഒരു കോമൺ സ്റ്റോക്കിൻ്റെ ഡിവിഡൻറ്റ് കൊടുക്കാൻ നിൽക്കുകയാണ്. എന്ത് കൊടുക്കാൻ നിൽക്കുകയാണ്, കോമൺ സ്റ്റോക്കിൻ്റെ ഡിവിഡൻറ്റ് കൊടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ കോമൺ സ്റ്റോക്കിൻ്റെ ഡിവിഡൻറ്റ് കൊടുക്കണമെങ്കിൽ ആദ്യം എന്ത് സെറ്റിൽ ചെയ്യണം, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ 8 വർഷത്തെ പെൻഡിങ്ങും സെറ്റിൽ ചെയ്യണം. പിന്നെ ആദ്യം ആർക്കും കൊടുക്കുക, ഓൽക്ക് തന്നെ കൊടുക്കണ്ടേ, ആ വർഷത്തെ 9ാമത്തെ വർഷത്തിൽ കൊടുക്കണം. എന്നിട്ട് ആരെ കൊടുക്കാൻ പറ്റുള്ളൂ, കോമൺ ഷെയർ ഹോൾഡേഴ്സിനെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ആർക്കും ഒരു തലവേദനയാണ്, ഒരു പ്ലസ് പോയിൻ്റ് ആണ് കേട്ടോ അവിടെ. ഈ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഉള്ള കമ്പനിയിൽ കോമൺ സ്റ്റോക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആർക്ക് നല്ല റിസ്ക്കാണ്, നമ്മളെ കോമൺ ഷെയർ ഹോൾഡേഴ്സിന് നല്ല റിസ്ക്കാണ്. കാരണം ഡിവിഡൻറ്റ് എന്ത് ചെയ്യില്ല, വളരെ ഒക്കേഷണലായിട്ട് എന്ത് ചെയ്യൂല, റയറായിട്ട് എന്ത് ചെയ്യുള്ളൂ, ഡിവിഡൻറ്റ് കിട്ടുള്ളൂ. ഡയറക്റ്റ് പറയുകയാണെങ്കിൽ എന്താ പറയുക, വളരെ റയറായിട്ട് എന്ത് കിട്ടുള്ളൂ, കോമൺ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറ്റ് കിട്ടുള്ളൂ. അവിടെ എന്തുണ്ടെങ്കിൽ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ടെങ്കിൽ. കാരണം ഇതിങ്ങനെ കൊടുക്കാതിരുന്നത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനെ കൂടി വന്നിട്ടുണ്ടാവില്ലേ. അപ്പം ഇനി എന്നെങ്കിലും കോമൺ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കൂലേ. കാരണം ആദ്യം ആരെ സെറ്റിൽ ചെയ്യണം, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിലെ ക്യുമുലേറ്റീവ് വരെ ഈ അക്യുമുലേറ്റഡ് എമൗണ്ട് എന്ത് ചെയ്യണം, സെറ്റിൽ ചെയ്യണം. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇൻഡെപ്ത് ആയിട്ടുള്ള റിസ്കി ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. നമ്മളോട് ചോദിക്കും കമ്പനിയിൽ എന്തുണ്ട്, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ കോമൺ സ്റ്റോക്കിൻ്റെ റിസ്ക് കൂടുകയാണോ കുറേ ചെയ്യാമെന്ന് ചോദിക്കും. എന്ത് ചെയ്യുക, കോമൺ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിസ്ക് എന്ത് ചെയ്യുക, കൂടും. കാരണം അവർക്ക് ഡിവിഡൻറ്റ് കിട്ടാനുള്ള ചാൻസ് എന്ത് ചെയ്യുകയാണ്, കുറഞ്ഞു വരികയാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അറിയേണ്ടത്, ക്യുമുലേറ്റീവ് ഡിവിഡൻറ്റിൻ്റെ കേസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ക്യുമുലേറ്റീവ് ഡിവിഡൻറ്റ് ആണെങ്കിൽ പ്രയോറിറ്റി ഓവർ കോമൺ ഡിവിഡൻറ്റ് കൊടുക്കുന്നതിൻ്റെ മുമ്പ് എന്ത് കൊടുക്കണം, ക്യുമുലേറ്റീവ് ഫുള്ള് അരിയേഴ്സ് ഫുള്ള് എന്ത് ചെയ്യണം, സെറ്റിൽ ചെയ്യണം. ഇനി എന്താ ഇപ്പോൾ കാരണം നോൺ ക്യുമുലേറ്റീവ്. അപ്പോൾ എന്താ കാര്യം, നമ്മൾ ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്തില്ല, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല. ഡിവിഡൻറ്റ് കൊടുക്കണം തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അതിനി എന്ത് ചെയ്യണ്ട, കൊടുക്കണ്ട. ഫോറവറായിട്ട് നമുക്ക് എന്ത് ചെയ്ത് നമ്മളെ കോമൺ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അതേ പെർസ്പെക്റ്റീവാണ്. ഡിവിഡൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ ചെയ്യണ്ട, വേണ്ട, അത്രേ ഉള്ളൂ. ഇനി ഇത് ഫ്യൂച്ചറിൽ കൊടുക്കണോ, ഫ്യൂച്ചറിൽ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പം നോൺ ക്യുമുലേറ്റീവ് ആണെങ്കിൽ അക്യുമുലേഷൻ ചെയ്യൂല. അവിടെ ആ വർഷം കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് വേണ്ട, കൊടുക്കണ്ട. നിങ്ങൾ എന്നാ കൊടുക്കാൻ വിചാരിക്കുന്നത് ആ വർഷത്തെ മാത്രം കൊടുത്തായി. ഫോർ എക്സാമ്പിൾ നോൺ ക്യുമുലേറ്റീവ് ഒരു 4 വർഷം കൊടുത്തില്ല, 5ാമത്തെ വർഷം ആ 4 വർഷത്തെ കൊടുക്കണോ, വേണ്ട. 5ാമത്തെ വർഷം നിങ്ങൾ എത്ര കൊടുക്കാൻ വിചാരിച്ചത്, ആ ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ടല്ലോ, അത് മാത്രം ചെയ്തായി കൊടുത്താൽ മതി. ബാക്കി 4 വർഷം നിങ്ങൾക്ക് എന്താവും, അക്യുമുലേഷൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം 4 വർഷം എന്ത് കിട്ടൂല, ഡിവിഡൻറ്റ് കിട്ടൂല. എന്നാണ് കൊടുക്കാൻ വിചാരിച്ചത് ആ വർഷത്തെ മാത്രം ചെയ്തായി കൊടുത്താലും മതി. നോർമൽ കോമൺ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടല്ലോ, ഓരതേ പെർസ്പെക്റ്റീവായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സ് കാനോട്ട് ക്ലെയിം ഫ്യൂച്ചർ ഇയേഴ്സ്. ഓക്കെ, ഇനി എന്ത് കിട്ടൂല എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ വർഷത്തിൽ നിന്ന് എന്ത് ചെയ്യില്ല, ഡിവിഡൻസ് നമുക്ക് കിട്ടൂല. ഓക്കെ, പിന്നെ ഒരു എക്സാം ടിപ്പ് ഉണ്ട്. ക്യുമുലേറ്റീവ് എന്ന് എടുത്ത് പറയുകയാണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് സ്റ്റോക്ക് ആവുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറയുകയാണ് പ്രിഫറൻസ് ഷെയർ എന്ന് മാത്രം പറയണം. എന്ത് മാത്രം അറിയണത്, പ്രിഫറൻസ് ഷെയർസ്. അങ്ങനെയാണെങ്കിൽ ഇത് ഏതാണെന്ന് അറിയണത്, നോൺ ക്യുമുലേറ്റീവ് ആണ്. അല്ല, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് എടുത്ത് പറയുകയാണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ എന്ന് അറിയണത്, ക്യുമുലേറ്റീവ് ആവുള്ളൂ. അപ്പോൾ എന്തോ 3 ടേംസാണ് യൂസ് ചെയ്യുക. 3 ടേംസിൽ നോർമലി യൂസ് ചെയ്യൽ 2 ടേംസാണ്. ഒന്ന് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് സ്റ്റോക്ക് പറയും, പിന്നെ പ്രിഫറൻസ് സ്റ്റോക്ക് പറയും. വെറും പ്രിഫറൻസ് സ്റ്റോക്ക് പറഞ്ഞാൽ അപ്പോൾ ഏതാണ്,
നോൺ ക്യൂമുലേറ്റീവ് പ്രിഫറൻസ് സ്റ്റോക്കാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. വെറും പ്രിഫറൻസ് സ്റ്റോക്ക് പറഞ്ഞാൽ ഏതാണ്? നോൺ ക്യൂമുലേറ്റീവ്. എടുത്ത് പറയുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ ക്യൂമുലേറ്റീവ് ആയാൽ മതി. അപ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ വെറും എന്ത് പറയും? പ്രിഫറൻസ് സ്റ്റോക്ക് എന്ന് പറയും. അപ്പോൾ അത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം, നോൺ ക്യൂമുലേറ്റീവ് ആണെന്ന് മനസ്സിലാവണം. എന്നാൽ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നമ്മളോട് റിക്വയർമെൻറ്റ് നോക്കാം. കാൽക്കുലേറ്റ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് ടു ബി പെയ്ഡ്. നിങ്ങൾ ടോട്ടൽ എത്ര ഡിവിഡൻഡാണ് കൊടുക്കുക എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഡിവിഡൻഡ് കൊടുത്തുക്കണോ ഇല്ല എന്നുള്ളത് എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. ഈ ക്വസ്റ്റിനെ എങ്ങനെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ബോർഡ് ഡിക്ലെയർഡ്. ശ്രദ്ധിച്ചോട്ടോ, ഈ ക്വസ്റ്റിനെ എങ്ങനെ ഇപ്പോൾ കൊടുത്തുക്കണോ ഇല്ല എന്നുള്ളത് നമുക്ക് ഡൗട്ടല്ലേ. അപ്പോൾ എന്താ ചോദിച്ചാൽ നമ്മൾ കാൽക്കുലേറ്റ് ടോട്ടൽ എമൗണ്ട് ഡിവിഡൻഡ് ടു ബി പെയ്ഡ്, എത്ര നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ബോർഡ് ഡിക്ലെയർഡ് 25% നെറ്റ് ഇൻകം ഡിവിഡൻഡ് ഫോർ കോമൺ ഷെയർസ്. കോമൺ ഷെയർസിന് 25% നെറ്റ് ഇൻകം ഡിക്ലെയർ ചെയ്തു. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്തു? ഡിക്ലെയർ ചെയ്തു. അപ്പോൾ കോമൺ ഷെയർ ഹോൾഡേഴ്സിനെ കൊടുക്കുന്നതിൻ്റെ മുമ്പ് ആരെ കൊടുക്കണം? പ്രിഫറൻസ്. അതിൽ തന്നെ നമ്മളെ ക്യുമുലേറ്റീവ് ഉണ്ടാവും, നോൺ ക്യുമുലേറ്റീവ് ഉണ്ടാവും. അപ്പോൾ പറയണ എന്താ വെച്ചാൽ ഡിവിഡൻഡ് കൊടുത്തുക്കണു എന്നുള്ള ഇൻഡിക്കേഷൻ ചെയ്യാനുള്ള പോയിന്റ് ഏതാണ്? ആ ലാസ്റ്റ് പോയിന്റിൻ്റെ മുകളിലുണ്ടാവും ബോർഡ് ഡിക്ലെയറിലെ കോമൺ സ്റ്റോക്കിൻ്റെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുമ്പ് ആരെ സെറ്റിൽ ചെയ്യണം? നമ്മളുടെ ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ സെറ്റിൽ ചെയ്യണം. അപ്പോൾ ഡിവിഡൻഡ് കൊടുത്തുക്കണു എന്നുള്ള കൺഫർമേഷനായി. അപ്പോൾ ഇനി നമുക്ക് നോക്കി നോക്കാം. 4500 ഷെയർസാണ്, 3.5% ആണ് അതിൻ്റെ ഡിവിഡൻഡ് തന്നെ. പാർ എത്രയാണ്? 50. അപ്പോൾ എങ്ങനെ ചെയ്യുക? 50ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 3.5%. അതൊന്ന് ചെയ്ത് നോക്കിയത്. 50ൻ്റെ 1.75 പെർ ഷെയർ അല്ലേ? ഒരു ഷെയറിന് എത്രയാണ് ഡിവിഡൻഡ് ഉള്ളത്? 1.75 ഉള്ളത്. ഇങ്ങനെ കമ്പനിയിൽ എത്ര ഷെയർസ് ഉണ്ട്? അത് ക്യുമുലേറ്റീവ് ആണല്ലേ. നമ്മളെ പ്ലസ് പോയിന്റ് എന്താണ്? ഇതെന്താണ്? ക്യുമുലേറ്റീവ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻറ്റു എത്രയാണ്? 4500 ഈക്വൽ ടു എത്രയാണ്? 78,075 ടോ. സോറി, ആരാടാ 78,000 പറഞ്ഞത്? 7078. അപ്പോൾ 78,000 വിചാരിച്ച്. 7875 7875 ഒരു വർഷമല്ലേ? ഇത് ഒരു ഇയർക്കുള്ളതല്ലടാ, ഒരു വർഷം കൊടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് നോക്കാം, അരിയേഴ്സ് നോക്കണ്ടേ, കാരണം ക്യുമുലേറ്റീവ് അല്ലേ. അരിയേഴ്സ് ഉണ്ടോ നോക്കാം. ഓക്കെ, ലാസ്റ്റ് ഡിവിഡൻഡ് കൊടുത്തിക്കണ്. ശ്രദ്ധിക്കുക, ലാസ്റ്റ് ഡിവിഡൻഡ് എന്താ കൊടുത്തിക്കണ്? ഇയർ 1 അപ്പോൾ ഇയർ 1 എന്ത് കൊടുത്തുക്കണു? ഡിവിഡൻഡ് കൊടുത്തുക്കണു. ആ സമയത്ത് അവിടെ എന്തില്ല? ഇതിൻ്റെ മുമ്പത്തെ വർഷത്തൊന്നും കൊടുക്കാല്ല. അപ്പോൾ ഇയർ 1 വരെ ക്ലിയർ ആണല്ലേ, നീറ്റാണ്. ഇയർ 1 അരിയേഴ്സ് ഇല്ല പറഞ്ഞാൽ എന്താണ്? അതൊരു അക്യുമുലേഷൻ ഒന്നുമില്ല. ഇയർ 1 കൊടുക്കുകയും ചെയ്തു പോകും. അപ്പോൾ ഇയർ 0 അല്ലെങ്കിൽ അതിൻ്റെ ബാക്കൊക്കെ ഒന്നും ഇനി എന്ത് ചെയ്യല്ല, പെൻഡിങ് ഒന്നും കിടക്കണില്ല. അപ്പോൾ ഇയർ 1 വരെ ക്ലിയറാണ്. ഇയർ 1 വരെ ഇപ്പം എന്താണ്? ക്ലിയർ ആണ്. ഡിവിഡൻഡ് കൊടുക്കുകയും ചെയ്തുകൊള്ളു, ലാസ്റ്റ് ഡിവിഡൻഡ് കൊടുക്കുകയും ചെയ്തുകൊള്ളു. ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷം കൊടുത്തിട്ടില്ല എന്നുണ്ടാവുമല്ലോ. നോക്കി നോക്കാം. ഇയർ എൻഡഡ് June 31, ഇയർ 5 ആയിക്കോണല്ലേ. ഓക്കെ, അപ്പോൾ ഇയർ 1 കൊടുത്തതിന് ശേഷം പിന്നെ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. ലാസ്റ്റ് എന്നാ കൊടുത്തിക്കണു നിങ്ങൾ? ഇയർ 1. ഇപ്പം നിലവിൽ നമ്മൾ എവിടെ എത്തിക്കണു? ഇയർ 5 എത്തിക്കണു. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എന്ന് കൊടുത്തിട്ടുള്ളൂ? ഇയർ 1 കൊടുത്തുക്കണു അല്ലേ. ഇയർ 1 ഓക്കെയാണ്. ഇനി ഇയർ 2 കൊടുത്തുക്കണോ? ഇയർ 3 കൊടുത്തുക്കണോ? ഇയർ 4 കൊടുത്തിട്ടില്ല. പിന്നെ ഈ വർഷം ഇയർ 5 നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. അപ്പോൾ എത്ര വർഷം നമ്മൾ ഇനി ടോട്ടൽ കൊടുക്കണം? 4 വർഷം നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. അപ്പോൾ 7875 ഇൻറ്റു എന്താ വരിക? അറിയാം എത്ര എമൗണ്ട്? 31,500 ടോട്ടൽ. ഏത് ഡിവിഡൻ്റ് ആടാ? പ്രിഫേർഡ് ഡിവിഡൻ്റ് അല്ലേ? പ്രിഫേർഡ് ഡിവിഡൻ്റ് ആയിട്ടുള്ളൂ. നമ്മളോട് ചോദിക്കണം എന്താണ്? ടോട്ടൽ എമൗണ്ട് ഡിവിഡൻ്റ് അല്ലേ ചോദിച്ച്. അത് ടോട്ടൽ എമൗണ്ട് പറഞ്ഞപ്പോൾ ഏത് ഡിവിഡൻറ്റും കൂടി ഉണ്ടാവും? കോമൺ സ്റ്റോക്കും കൂടി ഉണ്ടാവില്ലേ. അപ്പം ഇനി കോമൺ സ്റ്റോക്ക് നെറ്റ് ഇൻകം 3.5 million. അതിൻ്റെ എത്ര പെർസെൻറ്റേജാണ് കൊടുക്കാൻ പോണത്? 25%. അത്ര നോക്കി നോക്ക്. ഇല്ലല്ല, നെറ്റ് ഇൻകത്തിൻ്റെ 25%. 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റിന് വരും. IASയുടെ 25%. ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടല്ലോ. എങ്ങനെ 2 രീതിയിലാണ് ക്വസ്റ്റ്യൻസ് റെപ്രസെൻറ്റ് ചെയ്യുക. അതന്നെ, ആ 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് നെറ്റ് ഇൻകത്തിൻ്റെ പെർസെൻറ്റേജ് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഏതാ യൂസ് ചെയ്തത്? നെറ്റ് ഇൻകത്തിൻ്റെ പെർസെൻറ്റേജ്. ഇനി ഏതിൻ്റെ പെർസെൻറ്റേജ് പറയും? IAC, ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർ. ഇപ്പം പറഞ്ഞില്ലേ നെറ്റ് ഇൻകത്തിന് പ്രിഫേർഡ് ഡിവിഡൻറ്റ്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റിനെ ചോദിക്കുക. ഒന്ന് നെറ്റ് ഇൻകത്തിൻ്റെ പെർസെൻറ്റേജ്. അപ്പോൾ ഡയറക്റ്റ് എന്തിൻ്റെ പെർസെൻറ്റേജ് എടുത്തായി? നെറ്റ് ഇൻകത്തിൻ്റെ പെർസെൻറ്റേജ് എടുത്തായി. എന്താ പറയുന്നത്? അതിൻ്റെ പെർസെൻറ്റേജ് എടുത്തായി. ഇനി IAC പറയടക്ക്. IAC പറയുമ്പോൾ അപ്പം നെറ്റ് ഇൻകത്തിൽ നിന്ന് ഏത് കുറക്കേണ്ടി വരും? പ്രിഫേർഡ് ഡിവിഡൻറ്റ് കുറച്ചിട്ട് ഉള്ള ഇൻറ്റു 25% അടിക്കേണ്ടി വരും. പിന്നെ ഇവിടെ എടുത്ത് പറഞ്ഞില്ലടാ ഏതിൻ്റെ പെർസെൻറ്റേജ് ആണെന്ന്? നെറ്റ് ഇൻകത്തിൻ്റെ 25%. എത്ര വരിക? 8, 5, 0, 0. 87. 8 ലക്ഷം എത്ര? 870. ഒരു 0 കൂടിയില്ലേ? 8,25,000.
ഫൈനാണ് ചിത്രം എടുക്കുന്നത്. ഞാൻ വലിയ ഡിസിമിൽസ് ഒക്കെ ഉണ്ടാവും വിചാരിച്ചു. അപ്പം 8,75,000. ഇത് ഏതിൻ്റെ എടാ ടോട്ടൽ കോമൺ ഡിവിഡൻ്റ് അല്ലേ? അവ 2 ഡിവിഡൻറ്റും ആയില്ലേ? ഇത്ര ഡിവിഡൻറ്റുകളെല്ലാം കൊടുത്തിട്ട് അപ്പോൾ ആൻസർ ആയില്ലേ? രണ്ടുപാടെ പ്ലേ കാര്യങ്ങൾ വന്നിക്കണില്ലേ? ക്യൂമുലേറ്റീവ് വന്നിട്ടുണ്ട്, നോൺ ക്യൂമുലേറ്റീവ് വന്നിട്ട്. ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? കോമൺ ഷെയർസിനെ നമ്മൾ എന്ത് വിളിക്കുക? ഇക്വിറ്റി ഷെയർസ് എന്ന് വിളിക്കുക. അതായത് ഇക്വിറ്റി ഓണർഷിപ്പ് കാണിക്കുന്നത് എവിടെയാണ്? അപ്പോൾ ഇക്വിറ്റി ഷെയർസ് പറഞ്ഞാൽ ഏതാണ്? കോമൺ ഷെയർ ആണ്. ഓക്കെ, ഇനി നോക്കട്ടോ ഇതിലെങ്ങനെ ഡിവിഡൻറ്റുകൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് മനസ്സിലാവും. ആ ഒരു പോയിന്റ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആൻസർ കിട്ടൂല കേട്ടോ, കൺഫ്യൂസിങ് ആവും. കമ്പനി പ്ലാൻ ടു ഡിക്ലെയർ 40% ഓഫ് നെറ്റ് ഇൻകം എന്തായിട്ട് കൊടുക്കാൻ പോവുകയാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പോവുകയാണ്. അപ്പം സിംപ്ലി പറയാൻ കോമൺ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു അല്ലേ? കോമൺ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ആർക്കൊക്കെ ഡിവിഡൻറ്റ് കൊടുക്കണം? ക്യൂമുലേറ്റീവുകാർക്ക് ആദ്യം കൊടുക്കണം, പിന്നെ ആർക്ക് കൊടുക്കണം? നോൺ ക്യൂമുലേറ്റീവുകാർക്ക് കൊടുക്കണം, എന്നിട്ടേ കോമൺ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കമ്പനി കോമൺ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? പോലെ ഏതൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് അർത്ഥം? എല്ലാം കൊടുക്കാൻ എന്ത് ചെയ്ത് തീരുമാനിച്ചു. ഏറ്റവും ലാസ്റ്റ് കൊടുക്കേണ്ടതാണ് അത്. അപ്പോൾ ആ ലാസ്റ്റത്തെ കൊടുക്കണമെങ്കിൽ ആദ്യത്തെ 2 എന്ത് ചെയ്യണം? കൊടുത്ത് ക്യൂമുലേറ്റീവും കൊടുക്കണം, നോൺ ക്യൂ. അപ്പോൾ കൊടുക്കാനുള്ളത് എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള ഏത് പോയിന്റ്? ആ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, അതിന്നാണ് മനസ്സിലാവുക എന്ത് കൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളത്. ഷെയർ എല്ലാം കൊടുക്കാൻ എന്ത് ചെയ്ത് തീരുമാനിച്ചു. കോമൺ ഷെയർ അല്ലേ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം നിർബന്ധമായിട്ട് ഏതൊക്കെ കൊടുക്കണം? പ്രൊമോഷൻ ഷെയർസ് 2 വിഭാഗം എന്ത് ചെയ്യണം? കൊടുക്കണം. ഓക്കെ, ഇനി ഇതിൻ്റെ എമൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ, വലിയ ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് തിങ്ക് ചെയ്തായി. ആദ്യം നമ്മൾക്ക് എല്ലാം കാണണമല്ലേ? എല്ലാം കാണണം, ടോട്ടലും കാണണം. ടോട്ടൽ കാണണം, ക്യൂമുലേറ്റീവ് കാണണം, നോൺ ക്യൂമുലേറ്റീവ് കാണണം, അതുപോലെ കോമൺ സ്റ്റോക്കും കാണണം. എന്നാൽ ശ്രദ്ധിച്ചോളി, ജസ്റ്റ് ഒന്ന് നമുക്ക് അനലൈസ് ചെയ്യാം കേട്ടോ. 100 പാറില്ലേ 8%, എത്ര രൂപ വരും? 8 രൂപ വരിക ഒരു ഷെയറിന് 8. അതിന് എത്ര ഷെയർ? 2000 ഷെയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര വരിക? ഒരു വർഷത്തിന് 16,000. എല്ലാവരും ശ്രദ്ധിക്കുക, ഒരു വർഷത്തിന് എത്ര വരിക? 16,000. ഇത് ക്യൂമുലേറ്റീവ് അല്ലേ? ക്യൂമുലേറ്റീവ് ആവുകൊണ്ട് തന്നെ ലാസ്റ്റ് 5 വർഷം കൊടുത്തിട്ടില്ല, കഴിഞ്ഞ 5 വർഷം കൊടുത്തിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തേക്കും കൊടുക്കണം, ഈ വർഷത്തേക്കും കൊടുക്കണ്ടേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര വരിക? ഇൻഡ്യ 6 വരിക. എത്രയാണ്? 96,000. ഇനി ഏതാ നമ്മൾ നോക്കുന്നത്? നോൺ ക്യൂമുലേറ്റീവ് അല്ലേ? 50ൻ്റെ 10%, എത്ര വരിക? 5 പെർ ഷെയർ അല്ലേ വരുന്നത്? 10 പെർ ഷെയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയോക്ക് എത്രയാണ്, എത്ര ഷെയർസ് അങ്ങനെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഏടാ അങ്ങനെ എത്ര ഷെയറാണ് ഉള്ളത്? 1200. അപ്പോൾ 5 ഇൻറ്റു 1200 എത്ര വരിക? 6,000. ഒരു വർഷം 6,000 അല്ലേ വേണ്ടത്? ഇത് എന്ത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്? ലാസ്റ്റ് വർഷം ഡിക്ലെയർ ചെയ്ത്, കഴിഞ്ഞ വർഷം ഡിക്ലെയർ ചെയ്തിട്ടില്ല. അങ്ങനെ ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണ്ട? ഡിക്ലെയർ ചെയ്യണ്ട അല്ലേ? കൊടുക്കണ്ട. ഏത് വർഷം മാത്രം കൊടുത്തായി? ഈ വർഷം കൊടുത്തായി. ഈ വർഷം കൊടുക്കണം എന്ന് എങ്ങനെ മനസ്സിലായത്? കാരണം എന്ത് കൊടുത്തുക്കണു? കോമൺ സ്റ്റോക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എന്തായാലും ഏത് കൊടുക്കണം? ആദ്യം പ്രിഫറൻസ് കൊടുക്കണം. അപ്പോൾ ഏത് മാത്രമേ കൊടുക്കേണ്ടുള്ളൂ? 6,000 മാത്രമേ കൊടുക്കേണ്ടുള്ളൂ. ഇനി കോമൺ സ്റ്റോക്കിൻ്റെ കേസ് ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ റിമൈനിങ് നെറ്റ് ഇൻകം എന്ന് പറഞ്ഞത് എന്താ പറഞ്ഞത്? റിമൈനിങ് നെറ്റ് ഇൻകം, അതായത് ആഫ്റ്റർ പ്രിഫേർഡ് ഡിവിഡൻസ് കൊടുത്തതിന് ശേഷം IAC അറിയാലോ നിങ്ങൾക്ക്? ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർ ഹോൾഡേഴ്സ്. നെറ്റ് ഇൻകത്തിൽ നിന്ന് എന്ത് പോയതിന് ശേഷം എന്ന് പറഞ്ഞത്? പ്രിഫേർഡ് ഡിവിഡൻസ് പോയതിന് ശേഷം. അത് മീൻ ചെയ്യുന്ന ഏതാടാ? ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർ ഹോൾഡേഴ്സ്. ഇതിൻ്റെ 40% ആണ്. ഏതിൻ്റെ 40% ആണ്? നെറ്റ് ഇൻകത്തിൻ്റെ 40% ആണോ? അല്ല, നെറ്റ് ഇൻകം അപ്പം എത്രയാണ്? 3,50,000. അതിന് ഏതൊക്കെ കൊടുത്തു നമ്മൾ? 96,000 കൊടുത്തില്ലേ? ക്യൂമുലേറ്റീവ് കൊടുത്തു, പിന്നെ 6,000 എന്തും കൊടുത്തു, നോൺ ക്യൂമുലേറ്റീവും കൊടുത്തു. ബാക്കി എത്ര ഉണ്ടാവുക? 248 നോക്കി നോക്ക്. 248,000 അല്ലേ? ഇതിൻ്റെ എത്ര പെർസെൻറ്റേജ്? 40% ഇൻറ്റു 40% ഈക്വൽ ടു 99,200. 99,200. അപ്പോൾ ഏതൊക്കെ? ഇത് പ്രിഫറൻസ് സ്റ്റോക്ക് ക്യൂമുലേറ്റീവ്, ഇത് നോൺ ക്യൂമുലേറ്റീവ് പ്രിഫറൻസ് സ്റ്റോക്ക്, ഇതേതാണ്? കോമൺ സ്റ്റോക്ക്. എല്ലാതിൻ്റെ ഡിവിഡൻ്റ് ആയില്ലേ? ഇനി ഇതൊക്കെ ഒന്ന് സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ എന്തും കിട്ടും? ടോട്ടലും കിട്ടും. എന്നാൽ ഒന്ന് എഴുതിച്ചാണെങ്കിൽ പെട്ടെന്ന് എത്ര ടോട്ടൽ വരിക? ഒന്ന് ടോട്ടൽ പറഞ്ഞാൽ ടോട്ടൽ എത്രടാ? 99,200 പ്ലസ് 6,000. 20,200. എന്ത് ചെയ്യാ ചെയ്യുന്നത്? അതിൻ്റെ മെയിൻ ടോപ്പിക്കാണ് കേട്ടോ. കാൽക്കുലേഷനുള്ള ഒരുപാട് വലിയൊരു കാൽക്കുലേഷനുള്ള ടോപ്പിക്കാണ് പോകുന്നത് കേട്ടോ. പ്രൈസ് കാണണമെന്ന് അറിയില്ല, സ്റ്റോക്കിൻ്റെ പ്രൈസ് കാണണം എന്നുള്ളത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഏത് തീരാൻ പോയി കഴിഞ്ഞാൽ ബോണ്ട് ചെയ്യുന്നില്ലേ? അതുപോലെ തന്നെ കോമൺ സ്റ്റോക്കും പറഞ്ഞു, പ്രിഫറൻസ് സ്റ്റോക്കും പറഞ്ഞു. ഇനി ഷെയർസിൻ്റെ പ്രൈസ് കാണലാണ്. ഏതാണ്?
ഷെയർസിനെ. ബോണ്ടിൻ്റെ പ്രൈസ് നമ്മൾ അപ്പം തന്നെ അവിടെ നിന്ന് തന്നെ പഠിച്ചൂലേ. ഇവിടെ ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി എന്ത് കാണാണ്ട്, പ്രൈസ് കാണാണ്ട്, മാർക്കറ്റ് പ്രൈസ് പറഞ്ഞ സാധനമുണ്ട്. മാർക്കറ്റ് പ്രൈസ് ഓഫ് ബോണ്ട് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചില്ലേ. അതുപോലെ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്ട് പഠിക്കാണ്ട്. അപ്പോൾ അതിക്ക് പോണതിൻ്റെ മുമ്പേ ഒരു ചെറിയ ടോപ്പിക് കൂടി ഉണ്ടല്ലേ, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. എന്താണ് പ്രിഫേർ സ്റ്റോക്കിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ എന്താ അറിയണത്? നോ വോട്ടിംഗ് റൈറ്റ്സ്, കൺട്രോൾ ഈസ് നോട്ട് ഡയലൂറ്റഡ്. ഇത് ആരുടെ പെർസ്പെക്റ്റീവ് ആടാ? ഇഷ്യൂയിങ് അല്ലേ, അത് ഇഷ്യൂറിൻ്റെ പെർസ്പെക്റ്റീവാ. ഇൻവെസ്റ്ററിൻ്റെ പെർസ്പെക്റ്റീവ് നെഗറ്റീവ് അല്ലേ. പക്ഷെ ഇത് ആരുടെ പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കുന്നത്? ഷെയർ ഹോൾഡറിൻ്റെ പെർസ്പെക്റ്റീവ് ആണോ? അല്ല, ഇഷ്യൂർ, അതായത് കമ്പനിയുടെ പെർസ്പെക്റ്റീവ്. കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ കമ്പനി എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? വോട്ടിംഗ് റൈറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ കൺട്രോൾ നഷ്ടപ്പെടുമോ? ഇല്ല. വോട്ടിംഗ് അവകാശം ഉണ്ടെങ്കിലുള്ള കൺട്രോൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ കൺട്രോൾ എന്ത് ചെയ്യില്ല, നഷ്ടപ്പെടില്ല. രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഡു നോട്ട് നീഡ് ടു ബി റീപെയ്ഡ്. കോമൺ സ്റ്റോക്കിൻ്റെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മെച്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ തിരിച്ച് പൈസ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ഹെൽപ്പ് ഇൻ റൈസിങ് പെർമനൻറ്റ് ക്യാപിറ്റൽ. നമുക്ക് ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ എന്ത് സഹായിക്കുന്നുണ്ട്? നമ്മളുടെ ഇപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷെയർസ് വിറ്റിട്ട് ഫണ്ട് എന്ത് ചെയ്യുക, റൈസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇനി ലിമിറ്റേഷൻസ് എന്താ? ടാക്സ്. ഇത് നമ്മൾ പറഞ്ഞു തന്നെയാണ്. ഇതെന്തല്ല, ടാക്സ് ഡിവിഡൻ്റ് അല്ലേ. ഡിവിഡൻ്റ് ആവുകൊണ്ട് എന്തില്ല, ടാക്സ് ഡിഡക്ഷൻ കിട്ടൂല. പിന്നെ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹയർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ദാൻ ബോണ്ട്. അങ്ങനെ ഹയർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരിക, ബോണ്ടിന് ഇൻട്രസ്റ്റ് അല്ലേ. പ്രശ്നമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീഗലി ആവൂലേ. അവിടെ തന്നെ ഇൻവെസ്റ്റർ സേഫാണ് അവിടെ. പക്ഷേ പ്രിഫേർഡ് ഡിവിഡൻ്റ് അല്ലെങ്കിൽ പ്രിഫേർഡ് സ്റ്റോക്ക് ആണെങ്കിൽ ലീഗലി മൂവ് ചെയ്യാൻ പറ്റുമോ? ഡിവിഡൻറ്റ് കിട്ടിയില്ലെങ്കിൽ പറ്റൂല. അപ്പോൾ ഏതിനാണ് റിസ്ക് കൂടുതൽ? ബോണ്ടിനാണോ? ഇൻവെസ്റ്ററിൻ്റെ പെർസ്പെക്റ്റീവിൽ ബോണ്ടിനാണോ പ്രിഫറൻസ് ഷെയറിനാണോ റിസ്ക് കൂടുതൽ ഉണ്ടാവുക? പ്രിഫറൻസ് ഷെയറിനാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും അല്ലെങ്കിൽ റിസ്ക്കും എന്താ കാരണം കൂടുതൽ. അപ്പോൾ റിട്ടേണും എന്ത് ചെയ്യേണ്ടി വരും? ഓൾക്ക് റിട്ടേൺ ആണ്, നമുക്ക് എന്താണ്, നമുക്ക് കോസ്റ്റ് അല്ലേ. ഓൾക്ക് റിട്ടേണും നമുക്ക് എന്താ വരിക, കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ബോണ്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഷെയർ എന്ത് ചെയ്യും, ഏതിനേക്കായും കൂടും. ബോണ്ടിൻ്റെ ആക്കായും എന്താ കാരണം കൂടുതലാകാം. എന്നാൽ കോമൺ സ്റ്റോക്കിൻ്റെ ആക്കായും കൂടുതലാവുമോ? ഇല്ല, കോമൺ സ്റ്റോക്ക് അതിന് ഗതികെട്ടല്ലേ. അപ്പോൾ കോമൺ സ്റ്റോക്കിൻ്റെ ആക്കായി ആവില്ല, ഏതിൻ്റെ ആക്കായി ആവും, ബോണ്ടിൻ്റെ ആക്കായും കോസ്റ്റ് ആവും. പിന്നെ നെക്സ്റ്റ് എന്താണ്? ക്യുമുലേഷൻ്റെ ചിഹ്നമൊക്കെ ടച്ചുകൊണ്ടതിന് അങ്ങനെ ആ സാധനങ്ങൾക്ക് അറിയില്ലേ, ഇങ്ങനെ അരിച്ചിങ്ങനെ വരുന്നത്, തലരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അരിച്ച് ഇങ്ങനെ കയറി വരുന്നത് ആ സാധനം കേട്ടോ. ആ സാധനം കേട്ടോ. അപ്പോൾ അരിയേഴ്സ് വരൂലേ. നിങ്ങൾ ഇത് ക്യുമുലേറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ കയറി വരില്ലേ. 5 വർഷം കൊടുത്തിട്ടില്ലെങ്കിൽ 5 വർഷത്തെ ആദ്യം കൊടുക്കണ്ടേ. ആ പറഞ്ഞ സംഭവം കേട്ടോ. അതിനാണ് എന്ത് വിളിക്കുക, അരിയേഴ്സ് എന്ന് വിളിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കോമൺ സ്റ്റോക്കിൻ്റെ ഡിവിഡൻറ്റ് കൊടുക്കുന്നതിന് മുമ്പേ ആദ്യം ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫുൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. ഇതെന്തിനാ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്? അത് ചിന്തിച്ച് നോക്കിയിട്ടോ. ഇതൊരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൺ ദോ കമ്പനിക്ക് കോമൺ സ്റ്റോക്കിൻ്റെ ഒരു ഡിവിഡൻറ്റ് കൊടുക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കൂല. ആദ്യം ആരെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും, ഓരോ സൈറ്റ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനിയിൽ കോമൺ ഷെയർ ഹോൾഡേഴ്സ് ഭയങ്കര ഡിസ്റെസ്പെക്റ്റഡ് ആണെന്നൊക്കെ പറയില്ല നമ്മൾ, അല്ലെങ്കിൽ ഡിസ്ട്രസ്ഡ് ആണെന്നൊക്കെ പറയും. അത് സാറ്റിസ്ഫൈഡ് അല്ല, ഓലെന്തല്ല സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഇവന്മാരുണ്ടാവുകൊണ്ട് തന്നെ ഡിവിഡൻറ്റ് വളരെ ഒക്കേഷനിലേക്ക് എന്ത് ചെയ്യുള്ളൂ, ഡിവിഡൻറ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു റിട്ടേണും നല്ല ചോദിക്കും. ആര് റിട്ടേൺ ചോദിക്കും? കോമൺ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യും, നല്ല റിട്ടേൺ ചോദിക്കും. അപ്പോൾ നമ്മൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്ത് നോക്കുമെന്ന് വെച്ചാൽ അവിടെ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് സ്റ്റോക്സ് ഉണ്ടോ എന്ന് നോക്കും. ഡിവിഡൻറ്റാണ് ഫോക്കസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞാൽ ആക്റ്റീവ് ഡിവിഡൻറ്റ് പോളിസി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആക്റ്റീവ് ഡിവിഡൻറ്റ് പോളിസിയുള്ള ഒരു കമ്പനി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ വെറുതെ ആക്റ്റീവ് ആണോ എന്ന് നോക്കിയിട്ട് കാര്യമില്ല. അവിടെ ആരുണ്ടോയെന്നും കൂടി നോക്കണം. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടോയെന്നും കൂടി എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആക്റ്റീവായിട്ടും കാര്യമില്ല, നമുക്ക് എന്ത് ചെയ്യില്ല, വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് കിട്ടുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി എന്ത് ചെയ്യണം, അതൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയല്ലേ. അപ്പോൾ ഓക്കെ, എന്നാൽ നിങ്ങൾ എന്ത് ചെയ്തോ വെച്ച് കഴിഞ്ഞാൽ വാല്യൂഷൻ ഷെയർ ഒന്നെങ്കിൽ